പുസ്തകം 1-ാമത്തെ അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം ഞാൻ എന്നെ ഈ ദിവസങ്ങളിലൊക്കെ അധികമായിട്ട് ചിന്തിപ്പിക്കും. നമ്മൾ ചില സന്ദേശങ്ങൾ ദൈവദാസന്മാർ ആവർത്തിക്കാറുണ്ട്. ഈ ആവർത്തിക്കപ്പെടുന്നതിൻ്റെ ഒരു കാരണം അതിൻ്റെ ആഴങ്ങളാണ്. എന്നും എനിക്കറിയാം, ഞാൻ പല മെസ്സേജുകൾ ചിലപ്പോഴൊക്കെ ആവർത്തിക്കാറുണ്ട്. പക്ഷേ ഞാൻ ഏതെല്ലാം പ്രസംഗം എന്തെല്ലാം ആവർത്തിക്കാറുണ്ടെന്നുള്ളൊരു സത്യമാണ്. ആവർത്തിക്കുന്നുണ്ട്. അപ്പോഴെല്ലാം എന്നും നൂതനമായിരിക്കും ദൈവവചനം. ദൈവവചനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിനെന്നും ഒരു പുതുക്കമുണ്ട്. എന്നും ഒരു പുതുക്കമുണ്ട്. അതിൽ അനുഭവിക്കുന്നവർ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. കർത്താവിൻ്റെ വചനത്തിൻ്റെ ആ പുതുക്കം, അതിൻ്റെ ആ ചൈതന്യം. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഞങ്ങളുടെ ശബ്ദം കേൾക്കുന്ന ബഹുമാന്യരായ പ്രിയപ്പെട്ടവരെ, ഈ ശബ്ദപരിധിക്കകത്തന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ നല്ലവരായ നാട്ടുകാരെ, ഞാൻ നിങ്ങൾക്കിന്ന് രാത്രിയിൽ ഒരു ഉറപ്പ് തരുന്നു. ഞങ്ങൾ മുറിക്കുന്നവരല്ല, ഞങ്ങളുടെ ജോലി മുറിക്കുകയല്ല, മത സാമുദായിക വികാരങ്ങളെ വ്രണപ്പെടുത്തുന്നവരല്ല ഞങ്ങളുടെ ആലയങ്ങൾ ആർക്കും നോക്കാം, അവിടെ അങ്ങനെയുള്ള ഒരു സംവിധാനമില്ല. പിന്നെ ഞങ്ങൾ ചെയ്യുന്ന ഒരേ ഒരു ശുശ്രൂഷയുണ്ട്. മാനവജാതിക്ക് വേണ്ടി കൈകാലുകൾ തുളയ്ക്കപ്പെട്ട ഒരുവനോട് ചേർന്ന് ഇന്നുകൊണ്ട് സമൂഹത്തിൻ്റെ മുറിവിനെ കെട്ടുന്ന ഒരു സൗഖ്യദായക ശുശ്രൂഷയാണ് കർത്താവ് ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുക. ഞങ്ങൾ ആരെയും മുറിക്കില്ല. ഈ എളിയവൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു, എൻ്റെ സന്ദേശം ആരെയും മുറിക്കില്ല. പക്ഷെ മുറിവ് കെട്ടുന്ന ഒരു സന്ദേശം ദൈവം ഞങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ആത്മാവിൻ്റെ മുറിവിനെ, മനസ്സിൻ്റെ മുറിവിനെ, ശരീരത്തിൻ്റെ മുറിവിനെ കെട്ടുന്ന കർത്താവ് ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. അത് ആരെല്ലാം ഹൃദയം തുറന്ന് കേൾക്കുമോ അവർക്കെല്ലാം അത് അനുഗ്രഹമായിരിക്കും. മുൻവിധികൾ ഒരു പക്ഷേ ഉണ്ടാകാം. ആ മുൻവിധികളെ ഒരു നിമിഷ നേരത്തേക്കിന്, കുറേ നിമിഷങ്ങൾക്കേക്കിന് ഒന്ന് മാറ്റിവെച്ച് പരീക്ഷണത്തിനെങ്കിലും എന്താണെന്നറിയാനുള്ള ആ ഒരു തുറവിയിലെങ്കിലും ഈ ശബ്ദങ്ങളെ ശ്രദ്ധിക്കുവാൻ ഹൃദയത്തിൻ്റെ ഭാഷയിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ വചന ശുശ്രൂഷയിലേക്ക് കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് കടന്നു വരട്ടെ. മതി. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. എല്ലാവരും ചേർന്ന് പറഞ്ഞാട്ട്, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഞാൻ ഓരോ പ്രാവശ്യം പ്രസംഗിക്കും തോറും ദൈവം ഇത് എന്നോട് സംസാരിക്കുന്നൊരു വാക്യം. പ്രത്യേകിച്ച് ഞാനിന്ന് കടന്നു പോകുന്ന പല ജീവിത സാഹചര്യങ്ങളിലും ഇതെന്നെ ചിന്തിപ്പിക്കുന്നു. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ആദിയിൽ 66 പുസ്തകങ്ങളുള്ള വിശുദ്ധ വേദപുസ്തകം തുടങ്ങുകയാണ് ആദിയിൽ ദൈവം. നോക്കണം, നമ്മുടെ കുഞ്ഞുങ്ങൾ മനപ്പാഠവാക്യം പറയാൻ വേണ്ടി മുമ്പോട്ട് വരും അല്ലേ? ഇപ്പം കൊച്ചുങ്ങൾ മുമ്പോട്ട് കടന്നു വരും, വേദപാഠം മനപ്പാഠവാക്യം പറയും. അവരാ കൊച്ചു പാവാടെ പിടിച്ച് കൈയിട്ട് തിരുമ്മി വരുണ്ട് അമ്മയുടെ മുഖത്തോട്ട് ഇടയ്ക്കെങ്ങാനും നോക്കി, അമ്മയോട് നമ്മൾ തെറ്റിയാൽ നീങ്ങി വാടി, എങ്ങാനും തെറ്റിയെങ്കിന്ന് വന്നിനെക്കെട്ടി ഞാൻ തരാം. വരുണ്ട കൊച്ചു പറയുന്നത്. കാരണം ഇതെങ്ങാനും തെറ്റിപ്പോയാൽ അന്ന് വലിച്ചിട്ട് കീറും. ആരാ? അമ്മയ്ക്ക് നാണക്കേടായിപ്പോയില്ലേ? അതുകൊണ്ട് എല്ലാ ആഴ്ചയിലും പറയുക, അമ്മയും മോളും കൂടെ ഒരുമിച്ച് വന്ന് മനപ്പാഠവാക്യം പറയുമ്പോൾ ഈ പരിപാടി അങ്ങ് നിന്നോളും. അപ്പം പറയും, ഇങ്ങനെ സംഭവമേ എന്ത് ചെയ്യണ്ട, വേണ്ട. എന്നാലും സന്തോഷമാണ്. ആ കൊച്ച് മുമ്പോട്ട് വരുന്നു, അവളെ പാവാടയിലൊക്കെ തിരുമ്മി ആ നിക്കറെ പിടിച്ചുകൊണ്ട് മോനെ ആദ്യം പറയുന്നൊരു വാക്കുണ്ട്, ആദിയിലെ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അപ്പോൾ വിശുദ്ധ വേദപുസ്തകം തുടങ്ങുകയാണ്. ആദിയിൽ ദൈവം ആകാശം, ആദിയിൽ ദൈവം. അപ്പം ഇതിനകത്ത് 1-2 അധ്യായങ്ങൾ സൃഷ്ടി സംഭവങ്ങളാണ്. ഈ സൃഷ്ടി സംഭവങ്ങളെ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ശാസ്ത്രീയ അടുക്കടുക്കായിട്ടൊരു ശാസ്ത്ര സത്യങ്ങൾ വേദപുസ്തകത്തിലുണ്ടെങ്കിലും വേദപുസ്തകം എന്ത് പുസ്തകമല്ല? ശാസ്ത്ര പുസ്തകം അല്ല. പക്ഷേ എന്തുണ്ട്? ശാസ്ത്രം. മണ്ണിൽ അനുഗ്രഹിക്കപ്പെട്ടൊരു പുസ്തകം ഉണ്ടായിരുന്നു, ബൈബിളും ശാസ്ത്രീയ സത്യങ്ങൾ. അങ്ങനെ പിന്നെ ബൈബിളും പുരാവസ്തു ശാസ്ത്രവും ഇങ്ങനെയൊക്കെ പറഞ്ഞ പുസ്തകങ്ങളുണ്ട്, കൃത്യമായ കാര്യങ്ങൾ. എന്നാൽ ബൈബിൾ ഒരു ശാസ്ത്ര പുസ്തകമാണോ എന്ന് ചോദിച്ചാൽ ബൈബിൾ ഒരു ശാസ്ത്ര പുസ്തകമാണോ? അല്ല. അപ്പോൾ തന്നെ ബൈബിളിൽ ചരിത്രമുണ്ട്. പക്ഷെ ബൈബിൾ വെറും ഒരു കേവല ഹിസ്റ്ററിക്കൽ ബുക്കാണോ? അല്ല. ബൈബിളിൽ കാവ്യങ്ങളുണ്ട്. പക്ഷെ ബൈബിൾ കേവലം ഒരു കവിതാ സമാഹാരമാണോ? അല്ല. ആരെങ്കിലുമൊക്കെ കവിതാ സമാഹാരങ്ങൾ പോലെ ഒരു കവിതാ സമാഹാരമാണോ വേദപുസ്തകം? അല്ല. പക്ഷെ കാവ്യ പുസ്തകങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പം വേദപുസ്തകം എന്ന് പറയുന്നത് അതിൻ്റെ സന്ദേശം നമ്മുടെ ഹൃദയത്തോട് സംവാദിക്കും. അതിനകത്തിപ്പം പ്രവചനം വായിച്ചാൽ, ഹിസ്റ്ററി വായിച്ചാൽ, ഹിസ്റ്ററിക്കൽ ബാക്കിനോട് ഒത്തിരിയുണ്ട്. ഇസ്രായേലിൻ്റെ ചരിത്രവും ഒക്കെ ഇതിനകത്ത്, ചരിത്ര പുസ്തകങ്ങൾ ഇതിനകത്തുണ്ട് അല്ലേ? ഇനിയൊന്നും വേണ്ട, കണക്കുകളില്ല, ഒരു സംഖ്യയുടെ പുസ്തകം പോലും ഇവിടെ ഉണ്ട്.
വേദപുസ്തകത്തിലുണ്ട് ഇല്ലേ? സംഖ്യയുടെ പുസ്തകം. അപ്പോൾ ഈ പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ നമ്മൾ കേവലം ഇതിനെ ഒരു ചരിത്ര പുസ്തകമായിട്ടല്ല കാണേണ്ടത്. പിന്നെ എന്തായിട്ടാണ് കാണേണ്ടത്? ചരിത്രത്തിലിടപെട്ട ദൈവം നമ്മുടെ ചരിത്രത്തെ വ്യത്യാസപ്പെടുത്തുമെന്നുള്ള അറിവിൽ വേണം എപ്പോഴും വേദപുസ്തകം വായിക്കാൻ. ശ്രദ്ധിച്ച്, ചരിത്രത്തിലിടപെട്ട ദൈവം നമ്മുടെ ചരിത്രത്തെ എന്തു ചെയ്യും? മാറ്റും. അപ്പോൾ ഈ ചിന്തയിൽ നമുക്ക് വേദപുസ്തകത്തിലേക്ക് വരാം. ആദിയിൽ ദൈവം. അപ്പം എനിക്കിത് ആ 1-2 അധ്യായം സൃഷ്ടിച്ച്, ഞാനിത് ശരിക്കും പറഞ്ഞാൽ ഈ ബിഗ് ബാങ് തിയറിയൊക്കെ ഉണ്ടായപ്പോഴാണ് ഈ 1-2 അധ്യായങ്ങൾ കൂടുതലായിട്ട് വായിക്കാൻ തുടങ്ങി. പക്ഷേ എനിക്കിതിനകത്തെല്ലാം ദൂതാകെ വന്നത്. കർത്താവ് എന്നോട് സംസാരിക്കുന്ന പോലെ തോന്നി. ആദിയിൽ ദൈവം എന്ന് പറയുമ്പോൾ ജീവിതത്തിൻ്റെ ആദി ആർക്ക് കൊടുക്കണം? ദൈവത്തിനോട്. ഒരു ദിവസത്തിൻ്റെ ആദി ആർക്ക് കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലത് ആർക്ക് കൊടുക്കണം? ദൈവത്തിനോട്. ദിവസത്തിൻ്റെ ഏറ്റവും നല്ലത് ഏതാ? ഒരു ദിവസത്തിൻ്റെ ഏറ്റവും നല്ലത് ഏതാ? പ്രഭാതം. അതാർക്കുള്ളതാ? ദൈവത്തിന്. ഇനി പ്രഭാതം കഴിഞ്ഞ് മനുഷ്യൻ വിശ്രമിക്കുന്ന ഒരു സന്ധിയുണ്ട്. ആ രാത്രിയുണ്ട്. ആ രാത്രിയുടെ ഏറ്റവും നല്ലൊരു സമയം ഏതാ? സന്ധ്യയൊക്കെ സമയം. ആ സമയം ഭൂമിയിലോട്ട് വരും. എത്ര നാൾ താമസിക്കാൻ? 1000. അപ്പോൾ എത്ര ദിവസമാണ്? ഒരു ദിവസം. അപ്പോൾ ഏതിനും തികയ്ക്കാതെ പോയ ഒരു ദിവസം ഉണ്ടല്ലോ ഈ ഭൂമിയിൽ മനുഷ്യനോടൊപ്പം ജീവിക്കാൻ കർത്താവ് ഇറങ്ങി വരും. അപ്പോൾ അത്യാവശ്യമുള്ള ദൈവമക്കൾ കർത്താവിനെ സ്തുതിച്ചു. എന്തിനാ ഇപ്പോൾ സ്വർഗത്തിൽ തന്നെ ഇരുന്നാൽ പോരെ, പിന്നെ എന്തിനാ ഭൂമിയിലോട്ട് വരുന്നത്? ഒരു ദിവസമെങ്കിലും പാപം സാധിപ്പിക്കാതെ പോയ, പിശാച് ചതിച്ചതുകൊണ്ട് നഷ്ടപ്പെട്ടു പോയ ഒരു ദിവസമെങ്കിലും ദൈവത്തോട്, മനുഷ്യനോട് കൂടെ ദൈവത്തിൻ്റെ കൂടാരം. ഞാൻ അവരുടെ നടക്കും, അവരെനിക്ക് ജനമായിരിക്കും, ഞാൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണീരെല്ലാം തുടച്ചു കളയും. അപ്പോൾ അത്യാവശ്യമുള്ള ദൈവമക്കൾ ഇന്ന് രാത്രി കർത്താവിനെ ഒന്ന് സ്തുതിച്ച്. അപ്പം നോക്കുക, ദൈവം ഒരു ദിവസം മനുഷ്യനോടൊപ്പം താമസിക്കും. എന്നിട്ട് നമ്മൾ ചിന്തിക്കണം, ആദി എന്ന് പറയുമ്പോൾ ഈ മനുഷ്യ ആയുസ് വളരെ ക്ഷണം. 80 വയസ്സ് വരെ ജീവിച്ചാൽ എത്ര ദിവസമുണ്ട്? 80 × 365 എത്ര ഉണ്ട് സാറേ? ബിനോയ് സാറേ അടിച്ചു നോക്കിയോ? 29,200 ദിവസമുണ്ട്. 29,200 ദിവസമുണ്ട്. കേട്ടോ മക്കളെ? എത്ര ഉണ്ട്? 29,200 ദിവസമുള്ളൂ. അതിനകത്ത് ഈ 50 കഴിഞ്ഞാൽ കുറേ പേര് ഇവിടെ ഇരിപ്പുണ്ട്. ഇനി എത്ര ദിവസമുണ്ടപ്പാ? കുറച്ച് ദിവസമുള്ളൂ. അതിനകത്ത് ഈ ഭർത്താവ് 8-5 നമ്മുടെ മിനിമം. ഇപ്പോഴത്തെ സമയത്തൊക്കെയാണ് കുറച്ചുകൂടെ, പണ്ടത്തെയൊക്കെ എന്ന് പറഞ്ഞാൽ 8-9 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്. അപ്പോൾ ആ പുള്ളി നേരത്തെ പോവും. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും പോവും. അപ്പോൾ ഇനി എത്ര ദിവസമുണ്ട്? 2 പേരും കൂടെ. ഒരു സങ്കടം. അതിനിടയ്ക്ക് പുള്ളി ഗൾഫിലോ വർഷത്തിൽ 40 ദിവസമേ വരത്തുള്ളൂ. അങ്ങനെയാണ് ഇനി എത്ര ദിവസം ഉണ്ടെന്ന് വെച്ചാൽ. അതുകൊണ്ട് ഒരു ദിവസം പോലും പിണങ്ങല്ലേ. കാരണം ഇനി ഇത്രയും ദിവസവും ആ പിണങ്ങി കിടക്കുന്ന രാത്രി അറ്റാക്ക് വന്നാൽ എന്തോ എന്തൊരു കഷ്ടമായിരിക്കും. അതുകൊണ്ട് ഒരു ദിവസം പോലും എന്ത് ചെയ്യരുത്? പിണങ്ങരുത്. എത്ര ദിവസമുണ്ട് ഇനി ഒന്നിച്ച്? അല്ല, എനിക്കറിയാൻ വേണ്ടി വയ്ക്കുക എത്ര ദിവസമുണ്ട്. കുറച്ച് ദിവസമുള്ളൂ. ഇതിനിടയ്ക്ക് എണ്ണാനേ ഉള്ളപ്പച്ച എണ്ണാനേ ഉള്ളൂ. ചുമ്മാ എണ്ണി എണ്ണാനേ ഉള്ള ദിവസമുള്ളൂ. ഇത്രയല്ലേ ഉള്ളൂ. അതുകൊണ്ട് നമുക്കിങ്ങനെ അമൃതമൊക്കെ കഴിച്ച് അങ്ങ് ചിരഞ്ജീവിയായിട്ട് പണ്ടാരണ്ട് കവിത എഴുതി, മുത്തച്ഛൻ മുതുക്കൻ്റെ മുത്തച്ഛനിരിക്കുന്നു, മുത്തച്ഛന സ്കൂളിൽ ബെഞ്ചായിരിക്കുന്ന ഒരു ഓർമ്മ വരുന്നല്ലേ. 500 വയസ്സുള്ള അപ്പൂപ്പന്മാരും ഇപ്പോൾ കുഞ്ഞായിട്ടിരിക്കുന്നു, അപ്പൂപ്പൻ അവനുണ്ട്. കാലമില്ലാത്ത കാലം. ആരാ എഴുതിയേ? മറന്നുപോയി. ആരാ എഴുതിയേ? അന്ന് പഠിച്ചായിരുന്ന ഈ ഗതികടി വരത്തില്ലായിരുന്നു. കാലമില്ലാത്ത കാലം. അത് അപ്പോൾ നമ്മൾ ഓർക്കുക, ആ ഒരു സമയമൊക്കെ ഭാവനയാണ്, അത് യാഥാർത്ഥ്യമൊന്നുമല്ല അല്ലേ. എല്ലാം കവിയുടെ ഭാവനയാണ്. മുത്തച്ഛൻ മുതുക്കൻ്റെ മുത്തച്ഛന് ഇരിക്കുക, 500 വയസ്സുള്ള അപ്പൂപ്പനും ഇപ്പം ചിരിച്ചുകൊണ്ട് ഇരിക്കുക. നടക്കത്തില്ല. അപ്പോൾ നമുക്ക് കുറച്ച് ദിവസമേ ഉള്ളൂ, എണ്ണാനുള്ള ദിവസമുള്ളൂ. അതുകൊണ്ടാണ് സംഗീതക്കാരൻ പറയുന്നത്, എൻ്റെ നാളിനെ എണ്ണാൻ എന്നെ ഉപദേശിക്കണം. അപ്പം മനുഷ്യൻ്റെ ആയുസ് 70 ഏറെ ആയാൽ 80. അപ്പം ഈ 80 വയസ്സ് എങ്ങനെ കിട്ടിയെന്ന് ഒരു കഥ പോലെ ഒരു അച്ഛൻ പറയും. ഞാനിങ്ങനെ ഒരു ഇങ്ങനെ വണ്ടിയിൽ പോയപ്പോൾ ഒരു അച്ഛൻ്റെ പ്രസംഗം ചുമ്മാ കേട്ടപ്പോൾ ഒരു ഭയങ്കര രസം തോന്നി. നല്ല രസകരമായിട്ട് അതിങ്ങനെ ഒഴുകി ഇറങ്ങിയില്ലേ. ഞാൻ പോയിരുന്ന് കേൾക്കാൻ പോയിരുന്നു. എനിക്കങ്ങ് ഭയങ്കര ഇഷ്ടം തോന്നി അച്ഛൻ പറഞ്ഞൊരു കഥ. സത്യം കഥയാണെങ്കിൽ പോലും കഥയിലൊരു സത്യമുണ്ട്. അതുകൊണ്ടല്ലേ ടി വിക്കകത്തൊക്കെ ഒരു പറയുന്ന ഇതില്ലേ, കഥയല്ലിത് ജീവിതം. കഥയല്ലിത് കാണാറുണ്ടല്ലേ. കഥയല്ലിതൊരു ജീവിതം. അച്ചായനെ കൊച്ചു എന്ന്
പോലീസ് വന്ന് കൊച്ചിനോട് ചോദിച്ചു, മോനെ അച്ചായൻ പോലീസിനെ വിളിച്ച് കിടക്കുക, മോനെ അച്ചായൻ എന്തിയാന്ന് ചോദിച്ചാൽ പറഞ്ഞു അച്ചായൻ തട്ടുംപുറത്ത് പോലും ഇല്ല എന്ന് പറഞ്ഞാൽ ഏതാനും പെട്ട നല്ല കാര്യം അത് കാണേണ്ടതാണ്. കാരണം ജീവിതമാണ്, കഥയല്ലിത് ജീവിതം. അപ്പോൾ ഈ കഥയ്ക്കകത്തൊരു സത്യമില്ലേ, വൈദികൻ പറഞ്ഞൊരു കഥ, ഈ മനുഷ്യന് ആയുസ് കുറവായിരുന്നു, കുറഞ്ഞ് ഇങ്ങനെ താപ്പോട്ട് പൊയ്ക്കൊണ്ടിരുന്നപ്പം മൃഗങ്ങളെല്ലാം കൂടി ദൈവസന്നിധി തപസ്സിനെക്കുറിച്ച് നമുക്കൊത്തിരി കഥകൾ ഭാരതീയ ചിന്തകളിലൊക്കെ കാണാറുണ്ട്. അപ്പോൾ തപസ്സിരുന്നപ്പോൾ ദൈവം പ്രത്യക്ഷപ്പെട്ട് ചോദിച്ചു, മൃഗങ്ങളെ എന്താണ് ആവശ്യം, ആഗ്രഹം? അപ്പോൾ മൃഗങ്ങൾ പറഞ്ഞു, ഇങ്ങനെ മനുഷ്യർക്ക് ഇച്ചിരി ആയുസ് കൊടുക്കണം, ഞങ്ങൾ അവരെ കൂടെ നല്ല സ്നേഹമാണ്, നല്ലവരവർ, പണ്ടത്തെ മനുഷ്യൻ്റെ കാര്യമാണ്. അപ്പം ദൈവം പറഞ്ഞു, അയ്യോ അങ്ങനെ കൊടുക്കാനൊക്കത്തില്ല, കൊടുത്തു പോയെന്ന് പറഞ്ഞു. അപ്പോൾ ഇനി എന്താ വഴി? ദൈവം പറഞ്ഞു, ഒരു നിർവാഹമില്ല, ഡിസപ്പിയറായി. വീണ്ടും മൃഗങ്ങൾ തപസ് തുറന്നു. അപ്പം ദൈവം പ്രത്യക്ഷപ്പെട്ടു, വീണ്ടും ഗത്യന്തരം ഇല്ലാതെ സമ്മതിച്ചു, ഞാൻ തരാം, പക്ഷേ ഒരു കാര്യം, നിങ്ങൾക്ക് ഡൊണേറ്റ് ചെയ്യുമ്പം നിങ്ങളുടെ ആയുസിൽ നിന്ന് കുറേശ്ശെ മനുഷ്യന് കൊടുക്കുക, അങ്ങനെ മനുഷ്യൻ്റെ ആയുസിനെ ഒന്ന് പുതുക്കാമെന്ന് പറഞ്ഞു. മൃഗങ്ങൾ സമ്മതിച്ചു. കേട്ട മക്കളെ, കഥയല്ലേ, കുഴപ്പമൊന്നുമില്ല ഇല്ല. അപ്പോൾ ആദ്യം മൃഗത്തിൻ്റെ ഇടയിൽ നിന്ന് ചാടി വന്നത് ഒരു കുരങ്ങാണ്. കുരങ്ങ് 10 വർഷം കൊടുത്തു. അതാണ് ഈ മനുഷ്യൻ്റെ ആദ്യത്തെ ആയുസ്. ആരെപ്പോലെ? കുരങ്ങനെ പോലെ. നിങ്ങൾ സമ്മതിച്ചില്ല, അമ്മ സമ്മതിക്കും. ആദ്യത്തെ 10 വർഷത്തിലെ സ്വഭാവം ആരെപ്പോലെ? കുരങ്ങനെപ്പോലെ. ഇരിപ്പിരിപ്പ് എന്ത് ചെയ്യത്തില്ല, കാണത്തില്ല. വണ്ടി വരുന്ന വരെ ഒരു കുഴപ്പമില്ല, വണ്ടി വരുമ്പോൾ എടുത്ത് ഒറ്റ ചാട്ടം. വണ്ടിക്കാരൻ ചവിട്ടി നിർത്തി ആരെ ചീത്ത വിളിക്കും? കൊച്ചിനെയോ അമ്മയോ? അമ്മയെ ചാകാൻ ഇറയിപ്പിക്കുക, തള്ളേ, 2 ചീത്ത അവൻ ആരെ വിളിക്കും? അമ്മയെ വിളിക്കും. അല്ലേ? എന്തോ ഒരു പാടാണ് ഈ പ്രായത്തിൽ വളർത്താൻ. ഞങ്ങളുടെ അവിടെ റോഡ് തിരുവല്ല റാന്നി മെയിൻ റോഡാണ്. അപ്പോൾ ഈ ഇറങ്ങി ഇങ്ങനെ വരിക, ആ വെള്ളം എല്ലാം കൂടെ അവിടെ വരും. അപ്പോൾ അവിടെ എപ്പോഴും ഗട്ടറാണ്. റോഡിൻ്റെ ചർച്ച് ഹോളും വീടും എല്ലാം കൂടെ അടുത്ത്. അപ്പോൾ ആ റോഡ് ഭയങ്കര ഗട്ടർ, എപ്പോഴും അവിടെ ഗട്ടറാണ്. അപ്പോൾ ഞാനോർത്ത് ഒരു പ്രതിഷേധിക്കണം, വാഴ കുഴിച്ച് വെക്കണം, പ്രതിരോധിക്കണം എന്നൊക്കെ. പിന്നെ നമുക്കതൊന്നും ഒക്കത്തില്ല. അതുകൊണ്ടൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ വെള്ളം വന്ന് നിറഞ്ഞിരിക്കുക. കൊച്ചവനെ കാണുന്നില്ല, ഓടിച്ചെന്ന് തപ്പിയപ്പം തണ്ട് അവിടെ നിന്ന് കിട്ടി. എവിടെ നിന്നറിയാം? സ്വിമ്മിംഗ് പൂളിൽ കിടക്കുക, നടുറോടി ഡട്ടറിനകത്ത്. അയ്യോ, അവനെ വലിച്ചു വെക്കാൻ പാണ്ടിലൂറി വന്ന് മണ്ടയിൽ കൂടെ കയറിപ്പോത്തില്ലേ? അവൻ്റെ കുറ്റമല്ല, പ്രായമാണ്. ആരുടേതാ? കുരങ്ങൻ്റെതാ. മുറ്റത്തൊരു സ്നാനക്കുളമുണ്ട്. സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോൾ അന്ന് ഗ്രില്ലില്ലായിരുന്നു, പിന്നെ ഗ്രില്ല് വെച്ചു. അപ്പോൾ ഇവന്മാരൊരു 5, 6 ആ ഒരു പ്രൈസ്, ഒരുത്തിന് 4. അവനെ പെട്ടെന്ന് തോന്നി ഇവന്മാരെ നോക്കണം, നല്ല ആരാധനയ്ക്കിട. ചെന്നപ്പം തണ്ട് മൂത്തവൻ 5-6 വയസ്സ്, അവൻ വെള്ളത്തിൽ ഇത്രയും പൊക്കത്തിൽ നിൽക്കുക. കൊച്ചവൻ അടുത്ത മേളത്തെ സ്റ്റെപ്പിൽ നിൽപ്പുണ്ട്. എവിടെ നീ എവിടെ പോവാം? അപ്പച്ചൻ സ്നാനപ്പെടുത്തിയില്ല, ഞാൻ ഇവനെ സ്നാനപ്പെടുത്താൻ പോവാം. ആരെ? കൊച്ചവനെ. മുഴുകൽ സ്നാനമേ, മിക്കവാറും മുങ്ങിയനെ. ഒറ്റ നിമിഷം കൊണ്ട് കിട്ടിയത് കൊണ്ട് രക്ഷപ്പെട്ടു. പ്രായമാണ്. ആരുടേതാ? കുരങ്ങൻ്റെതാ. അമ്മ ഭയങ്കര മിടുക്കിയായിരുന്നു, സുന്ദരിയുമായിരുന്നു. ഇപ്പം തണ്ടങ്ങ് മെല്ലിച്ചു. ഒന്ന് അരണ്ടി ചോദിച്ചു, എന്താ പറ്റിയാടി? അമ്മായിമ്മ പോരാണോ? ഓ, ഈ കുരങ്ങന്മാരുടെ പുറകെ ഓടി. അപ്പോൾ ആരണ്ട് പറയുന്നത്, സാരയില്ലടി, ഇവളുമാരങ്ങ് വളർന്നു കഴിയുമ്പം നീ അങ്ങ് നന്നാകുമടി. ഒരു പ്രായമുള്ളൊരമ്മ പറയുന്നു, മക്കളെ പേടിക്കണ്ടാടി, മണ്ണിനടി പോയാലേ ഉള്ളടി കുഴപ്പം, എല്ലിനടി പോയാൽ ഇങ്ങ് വരുമെന്ന്. സമാധാനിച്ചോ കേട്ടോ. എല്ലിനടി പോയതൊക്കെ എന്ത് ചെയ്യും? ഇച്ചിരി കഴിയുമ്പോൾ 40 കഴിയുമ്പോൾ വീപ്പക്കുറ്റി പോലും ഇങ്ങ് വരത്തില്ലയോ? അതൊരു 1.5 വരവല്ലയോ? അതിങ്ങ് വരും അല്ലേ? അപ്പം എല്ലിനടി പോയാൽ എന്ത് ചെയ്യും? വരും. എന്താ കാര്യം? ഒരു പ്രായമാണ്. ആ പ്രായം ആരുടേതാ? കുരങ്ങൻ്റെ. അത് കഴിഞ്ഞപ്പോൾ ഒരാൾ കൊടുത്തു, അതാരാ? കുതിരിയ. കൊടുത്തു 20. അതാണ് ഈ 10 മുതൽ 30 വരെയുള്ള പ്രായം. ആരുടേതാ? കുതിരയുടെ. ആ സമയത്താണ് വല്ലാത്തൊരു പിപ്പിരിയുടെ പ്രായമാണ്. ഉയ്യോ, എപ്പോഴും ലൈക്ക് എടുക്കുന്നു, ഇടുന്നു, അല്ല എന്താ അതിന് പറയുന്നത്, സെൽഫി എടുക്കുന്നു, ഇടുന്നു, ലൈക്ക് അടിക്കുന്നു. ഈ കൂടുതൽ കണ്ണാടി നോക്കുന്ന പ്രായം ഏതാ? ഈ ഒരു പ്രായമാണ്. അന്നേരമാണ് ഈ പല്ല് കിളന്നെന്ന് തോന്നുന്നു, എൻ്റെ പല്ലേ എന്താ ഇടണം? കമ്പി. ഈ കമ്പി ഇടണ ഉറപ്പുള്ള 2 പല്ല് തല്ലി പൊട്ടിക്കണം. തലവേദന ജീവിതത്തിൽ മാറത്തില്ല. 1.5 വർഷം ഒന്നും കഴിക്കാനൊക്കത്തില്ല. ഇത് മുറുക്കുമ്പം ചിറിയെല്ലാം എന്ത് ചെയ്യും? പൊട്ടും. എന്നിട്ട് ഈ കുഴപ്പമെല്ലാം ഇട്ട എന്തിനാ? പല്ല് പൊങ്ങിയത് കൊണ്ടല്ല, കണ്ണാടി നോക്കുന്നുണ്ട്. അയ്യോ, പല്ല് പൊങ്ങിയതല്ല കൊച്ചേ കുഴപ്പം, നീ എപ്പോഴും എവിടെ നോക്കുന്നുണ്ടാ? പിന്നെ വേറെ പണിയൊന്നുമില്ല. 10-15,000 രൂപ പല്ലും തല്ലി പൊട്ടിച്ചിട്ട് എന്തോ ഇട്ടേക്കുക? കമ്പിയിട്ട്. സമ്മതിക്കുമോ? ഇല്ല. അയ്യോ, അത് ഒറ്റ കമ്പി പോരാ, ഇങ്ങനത്തെ വേലി പോലത്തെ എന്നിട്ട് ഇങ്ങനെ ഇരിക്കുന്ന കണ്ടിട്ടില്ലേ? എന്നാ കാര്യം? അവരെപ്പോഴും എവിടെ നോക്കുന്നേ? കണ്ണാടിയിലാണ് നോക്കുന്നത്. അപ്പോൾ ഇതൊരു പ്രായമാണ്. ബൈക്ക് കിട്ടി അങ്ങനെ പോകും മക്കളെ, അങ്ങ് പോവല്ലയോ, അങ്ങ് പോവുക. അതെങ്ങനെ പോകുന്നല്ല. ബൈക്ക് ഈ ഡ്രൈവിംഗ് എന്ന് പറയുന്നത് ഓടുന്ന വണ്ടിയെ നിയന്ത്രിക്കുകയാണോ അതോ വണ്ടി ഓടിക്കുകയാണോ?
വണ്ടി ഗിയറിട്ട് സ്റ്റാർട്ട് ചെയ്ത് ഗിയറിലിട്ട് വണ്ടി എന്ത് ചെയ്തോളും? ഓടിക്കോളും. ഓടുന്ന വണ്ടിയെ ബ്രേക്കും ക്ലച്ചും ചവിട്ടാനാണ് എന്തോ പറയുന്നത്, ഡ്രൈവിംഗ് എന്ന് പറയുന്നത്. പക്ഷേ ഇവൻ അങ്ങ് പോവുക ബൈക്കും എടുത്തോണ്ട്. കാരണം എന്നാ, ഇവൻ ആരാ? കുതിരയാ. ഈ കുതിര ഇരിക്കുന്ന സാധനം എന്താ? ബൈക്കിൻ്റെ പവർ എങ്ങനെയാണ് കണക്ക് കൂട്ടുന്നേ? ഹോഴ്സ് പവർ. ആ ഹോഴ്സ് പവറിൻ്റെ മണ്ടയ്ക്ക് ഇരിക്കുന്നത് ആര്? ഹോഴ്സാണ്. ഹോഴ്സും കൂടെ റോഡിൽ ഇറങ്ങി അങ്ങനെ ഇരിക്കുക. അന്നേരമാണ് നാട്ടുകാരെ മുഖത്ത് വിരൽ വെക്കുന്നത്. അപ്പോൾ ആരാണ്ട് വിളിച്ച് വെച്ചേട്ടാ നീ ഇവിടെ പോവാ, അമ്മയ്ക്ക് വായുഗുളിക മേടിക്കാൻ പോകണം. അപ്പോൾ അവൻ പറഞ്ഞ അല്ല ചേട്ടാ ഈ മേടിച്ചുകൊണ്ട് വരും, ഒന്ന് കൊണ്ട് കൊടുത്ത് മറിയുന്നേ, ഒന്ന് കൊണ്ട് കൊടുത്തിട്ട് വരട്ടെ. ഏതാ വായുഗുളിക മേടിക്കാൻ പോവല്ല, മേടിച്ചുകൊണ്ട് വരിക, കൊണ്ട് കൊടുക്കട്ടെന്ന്. അത് പ്രായമാണ്. ഏത് പ്രായം? കുതിരയുടെ ഒരു പ്രായം. ആ സമയത്താണ് ഈ റോഡിലൊക്കെ ഇറങ്ങുന്നത്. ഒന്നിനെ തൊട്ട 10നെ തട്ടും, ഓർത്ത് കളിച്ചു സൂക്ഷിച്ചു. ഈ പോലീസിൻ്റെ അടി മേടിക്കുന്നതല്ല ഈ കുതിരയാണ്. മറ്റേ സെക്രട്ടറി അല്ല ഇവിടെ നിൽക്കുമെന്നറിയാം, ഏറ്റവും പുറകെ നിൽക്കും. ഓർത്ത് കളിച്ചു സൂക്ഷിച്ചു, അടി മേടിക്കൂ ഇല്ല. പാവങ്ങൾ ഇഷ്ടം പോലെ തല്ല് മേടിക്കും. ഈ തല്ല് മേടിക്കുന്നതും അടി ഉണ്ടാക്കുന്നതും പ്രണയം പൂത്തൊലയുന്നതും എല്ലാം ഏത് പ്രായമാണ്? കുതിരപ്രായം. ആ കുതിരപ്രായം എപ്പം കൊണ്ട് തീരും? 30 കൊണ്ട് തീരും. തീർന്നു. അപ്പോൾ ആയുസ് ഇല്ല, 70 വരെ 80 വരെ പോകണ്ടേ. അപ്പോൾ ഒരാൾ മുമ്പോട്ട് വന്നു, അതാണ് കഴുത. കൊടുത്തു 30. അതാണ് ഈ 30 മുതൽ 60 വരെയുള്ള പ്രായം. ആര് തന്നതാ? കഴുത. നാം ഉൾപ്പെടെ കുറേ ഡാഷുകൾ ഇവിടെ ഇരിപ്പുണ്ട് ആ ഒരു പ്രായത്തിൽ ഇല്ലേ? ആര് തന്ന പ്രായമാണ്? കഴുത. കഴുതയുടെ സ്വഭാവം എന്തുവാ? വലിക്കുക. ഈയോ വലിച്ച് എട്ടപ്പാട് തെറ്റും. രാവിലെ മുതൽ എത്ര മണി വരെ വലിക്കും? ഒന്ന് ഓർത്ത് നോക്കിയാൽ എത്ര മണി വരെ വലിക്കും? 9 ആരാപ്പാ ലൈറ്റ് ഓഫ് ചെയ്യുന്നേ? 10. എല്ലാവരും കിടന്നാലും ഒരാളും കിടക്കത്തില്ല. ആരാ? അമ്മ. എവിടാ? എത്ര മണി വരെ? സത്യം പറ. 11. തീരത്തില്ല. ജോലി തീരുവോ? അടിക്ക് മിഴക്കി ഇങ്ങനെ നിൽക്കും. അപ്പോൾ അച്ചായം വലിച്ചിട്ടിട്ട് പോകണമെന്നേ. അങ്ങ് വൃത്തി അങ്ങ് കൂടിയാൽ ജീവിക്കാനേ ഒക്കത്തില്ല. അവിടെ കാണാൻ കിടക്കട്ടെ, രാവിലെ അങ്ങനെ ചെയ്യാൻ നോക്കണം. അപ്പം ഒന്നുമില്ല, കുറേ പൂച്ചയെങ്കിലും അതൊക്കെ വന്നിട്ട് കഴിച്ചിട്ടൊക്കെ പോട്ടെന്ന്. പക്ഷേ നമ്മളിങ്ങനെ വൃത്തിയാക്കി എവിടെ നിൽക്കും? അടുക്കള നിൽക്കും. രാവിലെ എഴുന്നേൽക്കുന്ന അലാറം വെച്ച് ഉണരുന്ന ആരാ? അമ്മയാണ്. പിന്നെ വലിയൊരു യുദ്ധക്കളമാണ് രാവിലെ ഒരു 7:30-8 മണി വരെ. പിള്ളേരെ എന്തോ ചെയ്യണം? സ്കൂളിൽ വിടണം. എഴുന്നേക്കുമോ നീയൊക്കെ? എഴുന്നേക്കടീ. അതിനിടയ്ക്ക് അടുക്കള ഇങ്ങോട്ട് വരുന്നുണ്ട്. പിന്നെ എനിക്കാണെങ്കിൽ എൻ്റെ വീട്ടിൽ 5 എണ്ണത്തെ രാവിലെ വിടണ്ട്. എൻ്റെ ബഹളപ്പാ. ഞാൻ ലൈറ്റായിട്ടേ ചെല്ലത്തുള്ളൂ. ഞാനിതൊന്നും അറിയാത്ത പോലെ കിടക്കും. അവസാനം മനസാക്ഷി വേണം മനുഷ്യ, ശകലമെങ്കിലും കേട്ടോ. സങ്കടം കൊണ്ട് പറയുക എന്നെ രാവിലെ എന്നെ ഓർപ്പിക്കും. എന്താ വേണം? മനസാക്ഷി. ഞാൻ പറയും മനസാക്ഷി ഉണ്ടെങ്കിൽ എനിക്ക് ഉറങ്ങാനൊക്കത്തില്ല. മനസാക്ഷി അതുകൊണ്ട് കുറേ നേരത്തേക്ക് ഞങ്ങൾ മരവിപ്പിച്ചേക്കുക. കാരണം രാവിലെ നമ്മൾ പിന്നെ ഓടണ്ടല്ലേ. അവൾ ഓടണം, കഷ്ടമുണ്ട് ദൈവമേ. അതിനിടയ്ക്ക് കൊച്ചവനെ ഒരുക്കി ടൈയും ഷൂസും കെട്ടിയപ്പം കാണുന്നില്ല. തൻ്റെ ഷൂസും ടൈയും എല്ലാം കെട്ടി സോഫയെ കിടന്ന് സുഖമായിട്ട് എന്ത് ചെയ്യുക? ഈ എന്തൊരു കഷ്ടമാണ്. അത് കഴിഞ്ഞ് വരുമ്പോഴത്തേന് അടുത്താക്ക് കാപ്പി കൊടുക്കണം, ഉച്ചയ്ക്ക് ചോറ് കൊടുക്കണം. പണ്ടൊക്കെ എളുപ്പമായിരുന്നു. ഒരു കലം ചോറ് വെച്ചാൽ രാവിലെ കഞ്ഞി, ഉച്ചയ്ക്ക് ചോറ്, വൈകിട്ടത് വീണ്ടും കഞ്ഞി, രാവിലെ അത് പഴങ്കഞ്ഞി. ഇപ്പോഴത്തെയൊക്കെ ഫ്രഷ് കഴിക്കത്തേ ഉള്ളൂ. അങ്ങനെ വെച്ച് കൊടുക്കാൻ നോക്കൂ ഇല്ല. 4 മണിക്ക് പൊരിച്ചത് കൊടുക്കണം, പിന്നെ വൈകിട്ട് മറ്റേ കൊടുക്കണം. എല്ലാം കഴിയുമ്പോഴത്തേനും ഒരു പരുവാണ്. പിന്നെ 10 മണിയാകുമ്പോഴത്തേനും എല്ലാം കിടന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മൾ അടുക്കള നിൽക്കുമ്പോൾ അങ്ങേര് തുടങ്ങുമ്പോൾ എടേ അവൾക്ക് കയറാൻ നേരമില്ല. പിന്നെ അവസാനം വരുമ്പോൾ താണ്ടി ഈ നൈറ്റിയ മുഴുവൻ എന്താ ചെളിയാ. കുളിച്ചോ? ഇല്ല. കുളിക്കാത്ത ജന്തു, വൃത്തി കട്ടത്. എന്നിട്ട് അങ്ങോട്ട് പോയി കിടക്കുമ്പോൾ എന്തോ വിളിക്കും, ഇഷ്ടംപോലെ കേക്ക്. രാവിലെ നിൽക്കുന്ന അറിയത്തില്ല. കഷ്ടമുണ്ട്. ഇതൊരു പ്രായമാണ്. എത്ര വയസ്സ് വരെ? 30 വരെ. ഇതിനിടയ്ക്ക് മൂത്ത കൊച്ചു കെട്ടി ആ കൊച്ചിനെ കൊച്ചിനെയും കൊണ്ടു തന്നു. എൻ്റെ അമ്മയല്ലയോ. നമ്മളടുത്ത് സ്നേഹമാണ്. സത്യമായിട്ട് ഇത് സ്നേഹമാണോ? ഞാൻ ചോദിച്ചോട്ടെ, ഒരമ്മയ്ക്ക് പക്ഷാഘാതം വന്ന് തളർന്ന് കിടക്കുക, ആ അമ്മയെ ഗൾഫിൽ കൊണ്ടുപോയോ ഇല്ലയോ? എൻ്റെ അമ്മ എൻ്റെ കൂടെ ഗൾഫിൽ വരണേ, എൻ്റെ ഒരു ആഗ്രഹമല്ലയോ? വയ്യാത്ത അമ്മയെ കൊണ്ടുപോയോ ഇല്ലയോ? എവിടെ? അമ്മ ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞാൽ വരണ്ട. അമ്മയെ വല്ലതും പറ്റിപ്പോയെങ്കിൽ ഫ്ലൈറ്റ് ചാർജ് ഭയങ്കര, ശവം കൊണ്ടിടണമെങ്കിൽ. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് അമ്മ ഇപ്പം എന്ത് ചെയ്യണ്ട, വരണ്ട. അപ്പോൾ ആരോഗ്യമുള്ള അമ്മ മതിയല്ലോ. സത്യം മക്കളെ, ആരോഗ്യമുള്ള അമ്മ മതി. ആരോഗ്യമില്ലാത്ത എത്ര അമ്മയെ കെട്ടിവഴിച്ച് കൊണ്ടുവന്നുണ്ട്.
ആരും കൊണ്ടുപോകത്തില്ല. വളരെ അപൂർവമായിട്ടും എല്ലാം കൊണ്ടുപോയാൽ ഒറ്റ ആഴ്ച കൊണ്ട് തിരിച്ച് കയറ്റി വിടും. അപ്പം ഇതെല്ലാം അവർക്ക് നോക്കാനാ. അപ്പോൾ തന്നെ എത്രയായി? 60. അപ്പോൾ ഒരാൾ മുമ്പോട്ട് വന്ന് പെരുമ്പാമ്പ കൊടുത്തു 20. അതാണ് ലാസ്റ്റിലെ പ്രായം, 60 മുതൽ 80 വരെയുള്ള പ്രായം. പെരുമ്പാമ്പിൻ്റെ സ്വഭാവം നിങ്ങൾക്ക് അറിയാമോ? വല്ലതും ഈ ആടിനെയും കോഴിയൊക്കെ വെട്ടിയടിക്കും, എന്നിട്ട് വേരിനടിയിൽ കയറി എന്ത് ചെയ്യും? കിടക്കും. അതാണ് ഈ ലാസ്റ്റിലെ പ്രായം. കഴിക്കുക, കിടക്കുക, അതൊരു പ്രായമാണ്, ലാസ്റ്റിലെ പ്രായം. അന്നേരം ഒരു കട്ടിലുണ്ട്, ആ കട്ടിലിൻ്റെ അടുത്തൊരു സ്റ്റൂളുണ്ട്. ആ സ്റ്റൂളിലെ ധന്വന്തര കഷായം, ബലകഷാദി കുഷായി, പിന്നെ നമുക്ക് വായിക്കാൻ കുറേ പേര്, പിന്നെ അടിക്കാൻ, പിന്നെ ഗ്യാസിന് ജലൂസിൻ്റെ ഒരു സിറപ്പ്, പിന്നെ ഇത് വലിവിന് ഒരു ഗവൺമെൻറ് ആശുപത്രിയുടെ മണമുണ്ട്, അങ്ങോട്ട് കയറിയ അവിടെ ഇങ്ങനെ കുഴമ്പ് ഇരിക്കുക. പിള്ളേർ പറയുക അത് ഇറങ്ങി നടന്ന് വെറുതെ വീഴാതെ അവിടെ കാണും എന്ത് ചെയ്തു ഇരുന്നോണേ. അതാ ലാസ്റ്റിലെ ഒരു പ്രായം, കിടപ്പ. അപ്പോൾ ഈ മനുഷ്യായുസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കുസൃതി. ആര് തന്നത്? കുരങ്ങ്. കഥയാ, എന്നാലും കുസൃതിയല്ലേ. പിന്നെ ഒരു കുതിപ്പ്, ആരുടേത്? പിന്നെ ഒരു കിതപ്പ്, കഴുതയുടെ. അവസാനം ഒരു കിടപ്പ്. അത്രയേ ഉള്ളൂ. കുസൃതി, കുതിപ്പ്, കിതപ്പ്, കിടപ്പ്. കുസൃതി, കുതിപ്പ്, കിതപ്പ്, കിടപ്പ്. അതുകൊണ്ടാണ് കൈ ഒട്ടിച്ചു അങ്ങ് ആത്മാവി പാടത്തില്ല. എൻ പ്രയാണ കാലം, ഇതറിഞ്ഞിരുന്നേ പാടത്തില്ലായിരുന്നല്ലേ, നാളെ തൊട്ട് പാടത്തില്ല. എൻ പ്രയാണ കാലം 4 വിരൽ നീളം, ആയതിൻ പ്രതാപം കഷ്ടത മാത്രം, ഞാൻ പറന്നു വേഗം പ്രിയനോട് ചേരും. ഇത്രയല്ലേ ഉള്ളൂ മനുഷ്യൻ. ഇതാണ് മനുഷ്യനെങ്കിൽ എന്തിനാ അഹങ്കരിക്കുന്നത്? ഇതാണ് മനുഷ്യനെങ്കിൽ ആരാരുടെ നേരെ കൈയൊങ്ങും? ഇതാണ് മനുഷ്യനെങ്കിൽ സഹോദരനെ വെട്ടാൻ എന്ത് ധൈര്യത്തിലാണ് വടിവാളെടുക്കുന്നത്? ഇതാണ് മനുഷ്യനെങ്കിൽ ആർക്കാ ഇവിടെ അഹങ്കരിക്കാനുള്ളത്? സകല അഹങ്കാരികളും താളടിയാകുന്നൊരു ദിവസമുണ്ട്. ഏത് മനുഷ്യനും താളടിയാകുന്നൊരു ദിവസമുണ്ട്. എന്നാൽ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം പ്രിയപ്പെട്ടവർ, ഈ മനുഷ്യൻ്റെ ആയുസ്സിൽ കുസൃതി വേറൊരു ലോകത്ത്, കുതിപ്പിൽ അവനൊരു വൈബ്രൻ്റായിട്ട് നടക്കുകയല്ലേ. കിതപ്പി നമ്മുടെ പ്രശ്നം നമുക്കാർക്കും എന്തോ ഇല്ല, നേരം ഇല്ല. പിന്നെ എല്ലാവരും ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു സീരിയസ് ആയിട്ട് കർത്താവിനെ അന്വേഷിക്കുന്ന സമയമുണ്ട്. എപ്പോഴാണ്? കിടപ്പില്ല അല്ലേ? എപ്പോഴാണ്? കിടപ്പില്ല. കിടപ്പില്ല. ഈ കിടപ്പെന്നൊക്കെ പറയുന്നത് മിക്കവാറും എവിടെ ആയിരിക്കും? ആശുപത്രിയിലായിരിക്കും. ആശുപത്രിയിൽ എവിടെ ആയിരിക്കും? ആശുപത്രിയുടെ പ്രധാനപ്പെട്ട സ്ഥലമുണ്ട്. എവിടെ? ICUലായിരിക്കും. ICU എന്നുള്ളതിൻ്റെ ഫുൾ ഫോം അറിയാമെന്നൊരു ചേട്ടാ, ഒരു മോൻ ചോദിച്ചു, ചേട്ടാ ICUവിൻ്റെ ഫുൾ ഫോം അറിയാം? ഞാൻ പറഞ്ഞു ഇൻറ്റൻസീവ് കെയർ യൂണിറ്റ്. അല്ല ചേട്ടാ. ഞാൻ ചോദിച്ചെന്താ? ICU. ആരെ? ദൈവത്തെ കാണും. എവിടെ കിടന്നോണ്ടാ? ICU കിടന്നോണ്ട്. എൻ്റെ കർത്താവെ, പാസ്റ്റർമാരെല്ലാം വിളിച്ച് പ്രാർത്ഥനയാണ്. 4:30 മണിക്ക് 5 മണിക്ക് വിസിറ്റിന് അരമണിക്കൂർ പാസ്റ്റർ. പക്ഷേ ഇറങ്ങിയിട്ട് വേണം നമുക്ക് ഒരുമിച്ച് എന്തോ കൊടുക്കാൻ, ട്രാക്റ്റ് കൊടുക്കാൻ. ദൈവമേ, അന്നേരം ഇറങ്ങി വന്നിട്ട് എന്തോ ചെയ്യാൻ? ഞങ്ങൾ പ്രാർത്ഥിക്കും, കഷ്ടപ്പെടുത്താതെ എന്ത് ചെയ്തോടെ വയ്ക്കണേ. അപ്പം പ്രാർത്ഥിക്കും, എന്ത് ചെയ്യാൻ എൻ്റെ മുന്നേ? അപ്പോഴാണോ ഇത് അന്വേഷിക്കേണ്ടത്? അല്ല, ഇത് അന്വേഷിക്കേണ്ട ഒരു പ്രായമുണ്ട്. എപ്പോഴാണെന്നറിയാമോ? കുതിപ്പിൽ കർത്താവിനെ അന്വേഷിക്കും. കുതിപ്പിൽ കർത്താവിനെ അന്വേഷിച്ചാൽ, കുതിപ്പിൽ ദൈവം ഒരു സീരിയസ് ആയാൽ, കുതിപ്പിൻ്റെ ആരോഗ്യത്തിൽ പുസ്തകം എടുത്തുകൊണ്ട് നിന്നാൽ, യൗവന ദിശ കഴിഞ്ഞ് വാർദ്ധക്യം വന്നിടുമ്പോൾ കുനിഞ്ഞിടും ശരീര ജീവഭാരത്താൽ അന്ന് നരയ്ക്കുമ്പം ചുമക്കുന്ന ഒരു ദൈവമുണ്ട്. നരയ്ക്കുമ്പം ചുമക്കുന്ന ഒരു ദൈവമുണ്ട്. യൗവന ദിശ കഴിഞ്ഞു വാർദ്ധക്യം വന്നിടുമ്പോൾ കുനിഞ്ഞിടും ശരീര ജീവഭാരത്താ, അപ്പോഴും വിടില്ലവൻ നടത്തും അന്ത്യത്തോളവും വയ്ക്കുക നിൻ ഭാരമാ. കരമടിച്ച് പാടിയേ. വയ്ക്കുക 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 നിൻ ഭാരമാ പാദത്തിൽ, സംശയം കൂടാതെ ശ്വസിക്കുമെങ്കിൽ രക്ഷകൻ നിശ്ചയം സ്വതന്ത്രനാക്കുന്നു. സംശയം കൂടാതെ ശ്വസിക്കുമെങ്കിൽ രക്ഷകൻ നിശ്ചയം സ്വതന്ത്രനാക്കും. ഓ യൗവനാദിശ കഴിഞ്ഞു അന്ത്യത്തോളവും വയ്ക്കുക ഭാരമാവൻ. ഹല്ലേലൂയ. വയ്ക്കുക 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 ഭാരമാവൻ പാദത്തിൽ, സംശയം കൂടാതെ വിശ്വസിക്കുമെങ്കിൽ
നിശ്ചയം സംശയം കൂടാതെ വിശ്വസിക്കുമെങ്കിൽ രക്ഷ നിശ്ചയം. ഇതല്ലേ മനുഷ്യൻ? ഒരു കുസൃതി, ഒരു കുതിപ്പ്, ഒരു കിതപ്പ്, ഒരു കിടപ്പ്. അപ്പം കുതിപ്പിൽ കർത്താവിനെ കണ്ടെത്തിയ, അതുകൊണ്ടല്ലേ സഭാപ്രസംഗി ജ്ഞാനികളിൽ ജ്ഞാനിയായിരുന്നു ശലോമോൻ. ലോകം കണ്ട ഏറ്റവും വലിയ ജ്ഞാനി ആരാ? ശലോമോൻ. ജ്ഞാനം അന്വേഷിച്ച ശലോമോൻ്റെ അടുക്കലാണ് തെക്കേ രാജ്ഞി ശേബാരാജ്ഞി പോലും ജ്ഞാനം. യഹൂദ പാരമ്പര്യ കഥയിൽ നിന്നൊരു കഥ വായിച്ചു. ജ്ഞാനി രാജ്ഞി വന്നിട്ട് ശലോമോൻ്റെ ഒരു ശിഷ്യത്വം സ്വീകരിക്കുമ്പോൾ കൊള്ളാമോ ഇല്ലെന്നറിയണ്ടേ, ഗുരുവായിട്ട് തിരഞ്ഞെടുക്കുക. അതിന് ശേബാരാജ്ഞി ഒരു പരീക്ഷണം നടത്തിയത് എന്താ? ഒരേപോലുള്ള 2 പൂവ് കൊടുത്തിട്ട് ചോദിച്ചു, രാജാവേ ഏതാണ് ഒറിജിനൽ, ഏതാണ് ഡ്യൂപ്ലിക്കേറ്റ്? ശലോമോൻ പറഞ്ഞു, ജനൽ തുറന്ന് വെക്കൂ, 2 പൂവും ജനലിൻ്റെ പുറത്തോട്ട് വെക്കൂ. വണ്ട് വന്ന് എവത്തെ ഇരിക്കുമോ അത് ഒറിജിനൽ, വണ്ട് നോക്കാതെ പോകുന്നത് ഡ്യൂപ്ലിക്കേറ്റ്. അങ്ങനെയാണ് ശേബാരാജ്ഞി ശിഷ്യത്വം സ്വീകരിച്ചെന്നൊരു കഥ വായിച്ചു. എനിവേ, ഈ ജ്ഞാനം അന്വേഷിച്ച ശലോമോൻ കണ്ടെത്തിയ ഒരു ജ്ഞാനമുണ്ട്. ആ മായ സകലതും മായയാണെന്നെല്ലാം മായയാണെന്ന് കണ്ടെത്തിയ ജ്ഞാനി പറയുന്ന ജ്ഞാനവചസ്സുകൾ നമ്മൾ വേദപുസ്തകത്തിൽ നിന്ന് വായിക്കുമ്പോൾ സഭാപ്രസംഗിയുടെ പുസ്തകം 12-ാമത് അധ്യായം. വേഗത്തിൽ ഞാൻ മുമ്പോട്ട് പോകട്ടെ. സഭാപ്രസംഗിയുടെ പുസ്തകം 12-ാമത് അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്, യൗവനക്കാര നിന്റെ യൗവനകാലത്ത് നിന്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക. എന്തെന്നാൽ ദുർദിവസങ്ങൾ വരികയും നിനക്ക് ഇഷ്ടമില്ല എന്ന് നീ പറയുന്ന കാലം സമീപിക്കുകയും. വളരെ ഗൗരവമായിട്ട് ഓർക്കണം, യൗവനവും വാർദ്ധക്യവും തമ്മിൽ ഭയങ്കര വൈരുദ്ധ്യമാണ്. പക്ഷെ ബാല്യവും വാർദ്ധക്യവും തമ്മിൽ എന്തുണ്ട്? സമാനതയുണ്ട്. നോക്കിക്കോ, സത്യമാണ്. ബാല്യവും വാർദ്ധക്യവും തമ്മിൽ എന്തുണ്ട്? ബാല്യത്തിൽ പറഞ്ഞാൽ തിരിയത്തില്ല, വാർദ്ധക്യത്തിലും എന്ത് ചെയ്യത്തില്ല? തിരിയത്തില്ല. ബാല്യത്തിൽ പിടിച്ചോണ്ട് നടക്കും, വാർദ്ധക്യത്തിൽ പിടിച്ചോണ്ട് നടക്കും. വാർദ്ധക്യത്തിൽ കൊച്ചുമോനെ അപ്പച്ചൻ പിടിച്ചോണ്ട് നടക്കും, കുഞ്ഞിനെ അപ്പച്ചൻ പിടിച്ചോണ്ട് നടക്കും. അപ്പച്ചന് പ്രായമാകുമ്പോൾ അപ്പച്ചനെ ആര് പിടിച്ചോണ്ട് നടക്കും? കൊച്ചുമക്കൾ പിടിച്ചോണ്ട് നടക്കും. വാർദ്ധക്യത്തിൽ കോൺട്രാസ്റ്റാ അല്ല, സമാനതകളാണ്. ബാല്യത്തിൽ വഴക്ക് പറഞ്ഞപ്പോൾ ഇത് വേണം കഴിപ്പിക്കാൻ, വാർദ്ധക്യത്തിലും എന്തോ വേണ്ട, ഭക്ഷണം വേണ്ട. ബാല്യത്തിൽ നമ്മൾ എന്തോ ചെയ്യണം? പിള്ളേർക്ക് വാരി കൊടുക്കണം. വാർദ്ധക്യത്തിലും എന്ത് ചെയ്യണം? വാരി കൊടുക്കേണ്ടത്. എൻ്റെ അപ്പയ്ക്ക് തീരെ വയ്യ, മിക്കപ്പോഴും വഴക്കുണ്ടാക്കി, എന്തുമാത്രം വഴക്കുണ്ടാക്കി അവസാനം വാരി കൊടുത്താൽ 1-2 പറ്റ് കഴിക്കും. കാരണം വാർദ്ധക്യ. ഇനിയും നോക്കിക്കോ, ബാല്യത്തിൽ രാത്രി കൂടെ ഉണരും, വാർദ്ധക്യത്തിലും എന്തു ചെയ്യും? കുഞ്ഞായിരിക്കുമ്പോൾ 2 മണിക്കൂർ ഇടപെട്ടല്ലേ 3 മണിക്കൂർ ഇടപെട്ട് അമ്മ എഴുന്നേറ്റിട്ട് കിടന്നുകൊണ്ട് പാല് കൊടുക്കാനൊക്കത്തില്ല, നെറുകെ കയറും, പിന്നെ ഇരുന്നുകൊണ്ട് പാല് കൊടുക്കും. വാർദ്ധക്യത്തിലും രാത്രി കൂടെ എന്ത് ചെയ്യും? എഴുന്നേക്കും, അല്ലേ? അപ്പോൾ നോക്കിക്കേ, ബാല്യത്തിൽ തന്നെ കിടക്കാൻ പേടിയാണ്, വാർദ്ധക്യത്തിലും കുറേ കഴിഞ്ഞാൽ തന്നെ കിടക്കാൻ ആരെങ്കിലും ഒരാൾ മുറിയിൽ എന്ത് ചെയ്യണം? കിടക്കുന്ന ഒരു സന്തോഷം, ഒരു ബലമാണ്. അപ്പം നോക്കണം, ഇതെല്ലാം സമാനത. പക്ഷേ യൗവനവും വാർദ്ധക്യവും തമ്മിൽ ഭയങ്കര വൈരുദ്ധ്യങ്ങളാണ്. യൗവനത്തിൻ്റെ പ്രത്യേകത എല്ലാത്തിനോടും എന്ത് തോന്നും? ഇഷ്ടം തോന്നും. പക്ഷേ യൗവനക്കാരെ ഓർത്തണം, ഇഷ്ടം തോന്നുന്ന ഈ യൗവനം കർത്താവിന് കൊടുത്തില്ലെങ്കിൽ പറ്റുന്ന അബദ്ധങ്ങൾ അടുത്ത വാക്കി. മനുഷ്യൻ ഇത്രയേ ഉള്ളൂ, അന്ന് വീട്ടുകാവൽക്കാരെന്ത് ചെയ്യും? വിറയ്ക്കും. എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ കൈ എന്ത് ചെയ്യും? വിറയ്ക്കും. ഇന്ന് കൈയുള്ള ആരോഗ്യമുള്ളവരുണ്ട്, ഡംബിൾസൊക്കെ എടുത്ത് നല്ല കൈയാണ്, ഉറച്ച കൈകളാണ്. അതുകൊണ്ട് ആർക്കിട്ട് ഒരെണ്ണം കൊടുക്കാൻ തോന്നുമ്പോൾ ഓർത്തോണം, നാളെ ഈ കൈക്ക് പാർക്കിൻസൺസ് വന്ന് വിറയ്ക്കും. അതുകൊണ്ട് ആരുടെ നേരെ കൈ ചൂണ്ടരുത്, ഒറ്റ ആടെ നേരെ കൈ ചുരുട്ടരുത്. കാരണം ഈ കൈയും എന്ത് ചെയ്യും? വിറയ്ക്കും. ഇടിച്ചു വീഴ്ത്തിയ ഒരു കരങ്ങൾ ഞാൻ കണ്ടു. മുഹമ്മദ് അലി അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ഗോതായി കിടന്നുകൊണ്ട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്, ആരുണ്ട് എനിക്ക് ഇടിച്ചു വീഴ്ത്താൻ? ലോകം തേങ്ങി ഒരു ഒളിമ്പിക്സിന് ദീപശിഖ കടിക്കാൻ പോലും കഴിയാതെ പാർക്കിൻസൺസ് എന്ന അസുഖം വന്ന് തൻ്റെ കൈകൾ വിറയ്ക്കുന്ന കണ്ടപ്പോൾ ഗുസ്തിച്ചാമൻ, ഇന്ത്യയുടെ അഭിമാനം ഗാമ ഗോതയിൽ എതിരാളികളെ മലർത്തിയടിച്ചവൻ പത്രക്കാർ കണ്ടെത്തി എവിടെയോ ഈച്ചയെ ആട്ടി ഓടിക്കാൻ പോലും വയ്യാതെ കിടക്കുന്നത്. വീട്ടുകാവൽക്കാർ എന്തു ചെയ്യും? വിറയ്ക്കും. അടുത്തത് ബലവാന്മാർ എന്തു ചെയ്യും? കുനിയും. ഇന്ന് ചെറുപ്പക്കാരുടെ തൊട്ടെല്ലാം പ്രശ്നമാണ്. നടുവിനെന്താ പ്രശ്നം? നടുവേദനയുള്ള ആർക്കാൻ ചോദിക്കേണ്ട, നടുവേദന ഇല്ലാത്തവരൊന്ന് കൈവെക്കാൻ പറഞ്ഞാൽ മതി. ഒരുപാട്ടവർക്കെല്ലാം എന്തുണ്ട്? നടുവേദനയുണ്ട്. നല്ല കട്ടിൽ മാറ്റിയിട്ട് പല കട്ടിലേക്ക് കിടക്കുക, എന്തിനാ കെട്ടപ്പെട്ട് കിടക്കുന്നത്? എല്ലാവർക്കും എന്താ?
നടുവേദനയാണ് അല്ലേ? അതുകൊണ്ട് മിക്ക ഓർത്തോപീഡിക് മെത്തയ്ക്കൊക്കെ എന്തോ ചിലവാണ്. കാരണം എല്ലാവർക്കും എന്താ? നടുവേദന. അപ്പോൾ ഈ നടുവേദനയൊക്കെ വരുമ്പോൾ ആദ്യം എക്സ്റേ എടുത്തപ്പം പിന്നെ ഒരു MRI ചെയ്യാൻ പറഞ്ഞു. MRI ചെയ്തിട്ട് നമ്മൾ ഡോക്ടറെ അടുത്ത് പോയി. വലിയ അറിവൊന്നും നമുക്ക് മെഡിക്കലി ഇല്ലല്ലോ. അപ്പം ഡോക്ടർ അങ്ങോട്ട് വന്നിട്ട് ഇരിക്കും മാടമെന്നൊക്കെ പറഞ്ഞിട്ട് ഈ സാധനം എടുത്തിട്ട് ഒരു വെള്ള ലൈറ്റുള്ള ഒരു സാധനത്തിലോട്ട് കയറ്റി വെക്കും. എക്സ്റേ ഒക്കെ കാണിക്കത്തില്ലേ? കാണിച്ചിട്ട് നമ്മളോട് ചോദിക്കുക, ഇത് കണ്ടോ? ഇതാണ് L4, ഇതാണ് L5. കണ്ടോ? ഈ ഞരമ്പ് കണ്ടോ? ഇത് കണ്ടോ? ഇത് ഇങ്ങോട്ട് വന്നാണ് വിഷയം. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എന്തോ ചെയ്യണം? ഓപ്പറേഷൻ ചെയ്യണം. മനസ്സിലായോ? അല്ല, മനസ്സിലായോ? അല്ല, എനിക്കറിയാൻ വേണ്ടി ചോദിക്കാം. മനസ്സിലായല്ലോ? ഇതാണ് സംഭവം. ഏത്? ഇത് എന്തോ പക്ഷെ എല്ലാം എന്തായി? ഇനി വല്ലതും അറിയണോ? വേണ്ട. ഇതാണ് സംഭവം. അവർ പറഞ്ഞതെല്ലാം നമുക്ക് എന്തായി? മനസ്സിലായി. അതുകൊണ്ട് എന്തോ ചെയ്യണം? ഓപ്പറേഷൻ. അപ്പോൾ ഈ ഓപ്പറേഷൻ ചെയ്യാൻ വന്നപ്പോൾ ഒരു പേടി. അപ്പോൾ ആരാണ്ട് പറഞ്ഞ് ആയുർവേദത്തിൽ പോകാൻ പറഞ്ഞു. ആയുർവേദത്തിൽ ചെന്ന് കുറച്ചാൾ നോക്കിയിട്ട് എന്ത് ചെയ്താൽ മതി? ആയുർവേദം എന്ത് പഞ്ചനക്ഷത്ര ഹോട്ടലുകൾ വെല്ലുന്ന 5 സ്റ്റാർ ഹോട്ടലുകളെ പോലെ കിടക്കുകയല്ലയോ ആയുർവേദം. അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു, ആദ്യം ഉഴിയാണ്, 7 ഉഴി, അത് കഴിഞ്ഞ് 7 കിഴി. ഉഴിയൊക്കെ എന്നെ സുഖമാണെന്നറിയാം. എണ്ണത്തോണി കിടന്ന് ഉഴിഞ്ഞില്ലേ, എൻ്റെ സുഖമായിട്ട് ഉറങ്ങും. പിന്നെ അത് ചൂടുവെള്ളത്തിലൊരു കുളി, ഉഴി കുളി, പിന്നെ കിഴി 7 ലെയറേണ്ട തൊക്കിനെന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ ഇടയ്ക്കോട്ടെല്ലാം ചുഴിഞ്ഞ് കയറി ചെല്ലുന്ന കിഴി മരുന്ന്, കിഴി മണലൊക്കെ ഇട്ട് കുത്തി. അന്നേരം സുഖമായിരുന്നു. പിന്നെ അവസാനമുണ്ട് പിഴി, പോക്കറ്റാണേ. അല്ലെങ്കിൽ ആശുപത്രി കയറിയാൽ ഇതാണ് ഉഴി, കിഴി, പിഴി. പാത്ത് വെച്ചോ, കുഴപ്പമൊന്നുമില്ല. അവസാനം എല്ലാം പിഴി മൊത്തം പോവും. 2-3 വട്ടം ആശുപത്രി കയറിയാൽ എല്ലാം എന്തോ ചെയ്യും? പിഴി. ഉഴി, കിഴി, പിഴി. ക്ഷമിക്കണേ, സത്യമല്ലേ? ഉഴിയും കിഴിയും പിഴിയും കഴിയുമ്പോൾ തീർന്നില്ലയോ? അത്രയേ ഉള്ളൂ. അപ്പം നോക്കണം, ബലവാന്മാർ എന്ത് ചെയ്യും? കുനിയും. അരയ്ക്കുന്നവർ ചുരുക്കമാകിയാൽ അതെന്താ? പല്ലെന്ത് ചെയ്യും? പൊഴിയും. പിന്നെ അടുത്തത്, അരയ്ക്കുന്ന ശബ്ദം മന്ദമാകും. കിളിവാതിൽ കൂടെ നോക്കുന്നവർ അന്ധന്മാരാകും. തെരുവിലെ കഥകൾ എന്ത് ചെയ്യും? അടയും. കിളിവാതിൽ കൂടെ നോക്കുന്നവരുന്ന് ഭയങ്കര അസുഖമാണ്. കേരളത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നമാണ് ഡയബറ്റിക്. ഡയബറ്റിക് ആദ്യം ബാധിക്കുന്ന 2 അവയവങ്ങളുണ്ട്. ഒന്ന് എന്തൊക്കെയാണ്? കണ്ണും കിഡ്നിയും അല്ലേ? ഡയബറ്റിക് റെറ്റിനോപ്പതി. പിന്നെ കണ്ണി പ്രഷർ, ഞരമ്പ് ചുരുങ്ങുന്നു. തെരുവിലെ കഥകൾ എന്ത് ചെയ്യും? അല്ല, കിളിവാതിൽ കൂടെ നോക്കുന്നവർ അന്തം. ഇന്നെല്ലാം അൺലിമിറ്റഡ് ജിയോ സിമ്മിനകത്ത് കയറി കുത്തിപ്പിടിച്ചിരുന്ന് കാണുക. കാണ അൺലിമിറ്റഡ് കണ്ട് രാത്രി മുഴുവൻ പകലാക്ക്. കുറേ കഴിയുമ്പോൾ ഒന്നും കാണണ്ട, അന്നൊന്നും കാണണ്ട. അങ്ങനെ എല്ലാം വെളുത്തിരിക്കും. മൊത്തം എന്ത് ചെയ്യും? കിളിവാതിൽ കൂടെ നോക്കുന്നവരെല്ലാം എന്താകും? അന്തം. പിന്നെ തെരുവിലെ കഥകളെല്ലാം എന്ത് ചെയ്യും? അടയും. അതെന്താ? ഇന്ന് പിള്ളേരെല്ലാം നോക്കിക്കുക മക്കളെ, ഒരു ഫോണുമുണ്ട്, ഒരു വള്ളിയുമുണ്ട്, ഒരു വയറുമുണ്ട്. അതെല്ലാം എവിടെ ഇരിക്കുക? ചെവിക്കകത്ത്. ഈ ചെവിക്കകത്ത് കേൾക്കുന്ന എന്താ? കൃപയേറും കർത്താവിലൻ വിശ്വാസമാണോ? ഒന്നുമല്ല. പിന്നെ ഭയങ്കര ഇടിയാണ്. ഡണ്ടോ അല്ലയോ? ഡിൻഡോ 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 എന്നുള്ള ഇടിയുള്ള പാട്ടുകളാണ്. ഈ ഇടിയുള്ള പാട്ടെല്ലാം കേട്ട് എന്തോ പോകും? തെരുവിലെ കഥകളെല്ലാം അടയും. പിന്നെ നോക്കിക്കേ, അരയ്ക്കുന്ന ശബ്ദം മന്ദമാകും. പക്ഷികളുടെ ശബ്ദത്തെങ്കിൽ എന്ത് ചെയ്തു പോകും? ഉണർന്നു പോകും. പക്ഷിയുടെ ശബ്ദത്തെ ഉണർന്നു പറഞ്ഞാൽ ഇത് വലിയൊരു വൈരുദ്ധ്യമാണ്. പിള്ളേർ ഇപ്പോൾ അവധിയല്ലയോ, നേരം വെളുത്താൽ എന്ത് ചെയ്യത്തില്ല? എഴുന്നേക്കത്തില്ല. വിളിച്ചില്ലേ എത്ര മണി വരെ കിടക്കാടാ? രാവിലെ അമ്മ വിളിച്ചില്ലേ എത്ര മണി വരെ കിടക്കാം? സത്യം പറ. 9 മോട്ട ഇച്ചിരുടെ സത്യം പറ. സ്നേഹത്തെ സ്പീക്ക് ട്രൂത്ത് ഇൻ ലവ്. ഒരു 12-11 മണി വരെ കിടക്കത്തില്ലേ? 11 മണിയൊക്കെ ഇങ്ങനെ ഈത്തയൊക്കെ മാറ്റി എഴുന്നേറ്റ് വരും, മര്യാദയില്ലാതെ അല്ലേ? അവരെല്ലാം ഉറങ്ങിക്കോണം കേട്ടോ. ഇപ്പോൾ ഉറങ്ങണേ. കുറേ കഴിയുമ്പോൾ 2 മണിയാകുമ്പോൾ എഴുന്നേറ്റിരി. മക്കളെ നേരം വെളുത്തോടി, നമുക്ക് പോയേക്കാം. കുറ്റമല്ല. രാവിലെ എന്ത് ചെയ്യും? ഉണരും. ഈ ഉണർന്ന ഒരു കുഴപ്പമുണ്ട്. ഈ ഉണർന്നവർക്കൊരു പ്രശ്നം എന്നാണെന്നറിയാമോ? ഏറ്റവും ദേഷ്യം ആരെ കാണുന്നേ? ഉയ്യോ, 2 കൂട്ടർക്ക് ദേഷ്യമെന്നാണ് പറയുന്നത്. അത് സത്യമല്ലേ? ഈ ഉണർന്നവർക്ക് ഉറങ്ങുന്നവരെ കാണുന്നതും കുളിച്ചവർക്ക് കുളിക്കാത്തവർ, ഒരിക്കലും കുളിക്കാത്ത ചേട്ടായി ഒന്ന് കുളിച്ച് പോയെങ്കിൽ അന്ന് വലിയ പ്രശ്നമായിരിക്കും. കാരണം പുള്ളി എന്ത് ചെയ്തു? കുളിച്ചാൽ പിന്നെ കുളിക്കാത്തവരെ കാണുന്നതും ഉണർന്നവർക്ക് ഉറങ്ങുന്നത്. ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ ഈ അപ്പച്ചൻ എന്തോ ചെയ്യും? അപ്പച്ചൻ കഥ തുറക്കും, കഥ കടയ്ക്കും, ലൈറ്റ് ഇടും, ലൈറ്റ് ഓഫ് ആക്കും, ടപ്പ് തുറക്കും, ടപ്പ് ഉടയ്ക്കും, കഥ തുറക്കുന്ന ശബ്ദം ഉണ്ടാക്കും. എന്തിനാ? ഉണരാൻ. അപ്പോൾ അമ്മച്ചി പറയും, മുതുക്കനോട്ട് ഉറക്കമില്ല, ബാക്കിയുള്ളതിനോട്ട് ഇയാൾക്ക് ഉറക്കമില്ലല്ലോ, എനിക്ക് ഉറങ്ങണ്ടായോ? എനിക്ക് മനുഷ്യ നിങ്ങൾ പിന്നെ പകരം മുഴുവൻ കിടന്നുറങ്ങും. അന്നേരം എനിക്ക് കിടന്ന് എന്ത് ചെയ്യാനൊക്കും? ഉറങ്ങാനൊക്കെ. ഉറങ്ങോ? അയ്യോ എന്തൊരു പാടാന്നറിയോ ഉറക്കം വരാതെ ലോകത്തിലെ ഏറ്റവും വലിയ ലക്ഷറി എന്ന് പറഞ്ഞാൽ എന്താ?
ഉറക്കം. ഈ ഉണർന്ന് കിടന്ന ഒരു കുഴപ്പമുണ്ട്. അതുവഴി ഒരാൾ നടക്കുന്ന പോലെ തോന്നും, ഇവിടെ ഒരാൾ മുട്ടുന്ന തോന്നും, അവിടെ ഒരാൾ കൊട്ടുന്ന തോന്നും. ഉണർന്ന് കിടന്ന ഉറങ്ങിപ്പോയതൊന്നും ഒരു വിഷയമല്ല. അപ്പം പക്ഷികളുടെ ശബ്ദത്തെങ്കിലും എന്ത് ചെയ്തു പോകും? ഉണർന്നു പോകും. അയ്യോ, അന്ന് നോക്കിയ കയറ്റത്തെ എന്ത് ചെയ്യും? പേടിക്കും. കയറി വരാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടി താഴെ ലൈവ് വെച്ചിട്ടുണ്ട്. ഇത്ര അല്ലേ സാറേ? താഴെ ലൈവ് വെച്ചേക്കുക. എന്തിനാ? ഈ സ്റ്റെപ്പ് കയറാൻ. കയറ്റത്തെ എന്ത് ചെയ്യും? പേടിക്കും. പിന്നെ വഴിയിൽ ഭീതിയുള്ളതായിട്ട് തോന്നുന്നു പറഞ്ഞ് നടക്കുമ്പോൾ എന്ത് ചെയ്യുന്ന? വീഴുമോ എന്നങ്ങ് പേടിയാണ്. സത്യമാണ്. കൈയും കാലിലും ബലം കൊണ്ടുപോയി എവിടെയെങ്കിലും തട്ടിയാൽ മതി, അപ്പളെ എന്ത് ചെയ്യും? വീണ് പോവും. ശകലം വെള്ളം കിടന്നാൽ മതി, തെന്നി എന്ത് ചെയ്യും? വീഴും. അങ്ങനെ എത്ര പേര് കുളിമുറി തെന്നി അടിച്ച് വീണു. കാരണം ബലമില്ല, നീ ബാലൻസ് ചെയ്യത്തില്ല. വഴിയിൽ എന്തുള്ളതായിട്ട് തോന്നും? ഭീതിയുള്ളതായിട്ട് തോന്നും. അയ്യോ, എന്ത് സത്യമാണ്. ബദാംവൃക്ഷം എന്ത് ചെയ്യും? പൂക്കും എന്ന് പറഞ്ഞാൽ തലമുടി എന്ത് ചെയ്യും? നരയ്ക്കും. നരച്ചിട്ട് ഗോദറേജൊക്കെ ഇട്ട് വന്നേ ഇരിക്കുക, അഡ്ജസ്റ്റൊക്കെ ചെയ്ത് ചെറുപ്പമായിട്ട് മിടുക്കരായിട്ടായിരിക്കുന്നത്. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, തൊക്കയിലെ ചുളിവ് മാറ്റാനൊക്കെ ഈ ഡൈ ചെയ്ത ഒരു പ്രശ്നം എന്നാണെന്നറിയാം. ഡൈ ചെയ്ത ഒരു പ്രശ്നം, ഞാൻ കണ്ട ഒരു പ്രശ്നം, ഞാനതുകൊണ്ടാണ് ചെയ്യാത്തത്. ഈ ചെയ്തു വേണേൽ വൃത്തിയായിട്ട് എന്ത് ചെയ്യണം? ഒരു 3 ആഴ്ച കൂടുമ്പോഴും ചെയ്യണം എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ എന്നെ പറ്റുമെന്ന് ചോദിച്ചാൽ കുറേ ചെമ്പിച്ചിരിക്കും, കുറേ വെളുത്തിരിക്കും, കുറേ കറുത്തിരിക്കും. അപ്പോഴേ അറിയാം ഇതെന്തുവാ ഡയ്യ. ഒരു 3 നില കെട്ടിടത്തിന് 3 പെയിൻ്റ് അടിച്ച് അങ്ങനെ ഇരിക്കും. ഇതുപോലെ ഒരു ലെയറായിട്ടിരിക്കും, ഓരോ കളറായിട്ടിരിക്കുക. ചെമ്പിച്ച് കറുത്ത് വെളുത്ത് അല്ലേ? അതാണ് ബദാംവൃക്ഷം എന്ത് ചെയ്യും? പൂക്കും. അയ്യോ, പിന്നെ തുള്ളന് ഇഴഞ്ഞെടുക്കുക. അതിന് പണ്ടത്തെ ഒരു അസുഖം അത്. ദേഹത്തോടെ ഏതാണ്ട് എന്ത് ചെയ്യുക? ഇഴച്ചില്ല അസുഖം. ഇന്നിപ്പോൾ നല്ല ലോഷനും ക്രീമും ഒക്കെ ഉള്ളത് കൊണ്ട് അത്രയും അത് ഫീൽ ചെയ്യത്തില്ല. പണ്ട് സ്കിൻ ഡ്രൈ ആകുമ്പോൾ തുള്ളന് ഇഴഞ്ഞടക്കും. ഇഴച്ചിൻ്റെ അസുഖം. പിന്നെ രോചനക്കുരു എന്ത് ചെയ്യാതെ വരും? അതെന്താ? ഡോക്ടർ പറഞ്ഞു ഇനി ഒന്നും ചെയ്യാനില്ല, നമ്മൾ വീട്ടിൽ കൊണ്ടുപോകണം. പിന്നെ വാട്ടർ ബെഡെ കിടത്തണം, ഇടയ്ക്കിടയ്ക്ക് തിരിച്ചും മറച്ചു വിടണം, പുറം പൊട്ടാതെ നോക്കണം. വരവില്ലേ? ആ വരവിൻ്റെ പേരാണ് രോചനക്കുരു. അയ്യോ, രോചനക്കുരു വലിക്കാതെ വരും. താഴോട്ട് നോക്കി 6-ാം പക്കം വെള്ളിച്ചരട് അറ്റുപോകും. അതെന്താ? പെട്ടെന്ന് BP കൂടുന്നു, പൊട്ടി. എന്താ? ഞരമ്പ്. വെള്ളിച്ചരട് അറ്റുപോകും. പൊൻകിണ്ണം തകരും, കിഡ്നി ഉടഞ്ഞു പോകും. പിന്നെ ഉറവെങ്കിലെ ചക്രം ഉടയും. അയ്യോ, ഒരുപാരം വേർക്കുന്നു. ഞാൻ ഇടയ്ക്ക് രാത്രി ഒരു ഹോസ്പിറ്റലിൽ നിൽക്കുമ്പോൾ ചെറുപ്പക്കാരൻ, എൻ്റെ ദൈവം ഇങ്ങനെ മനുഷ്യനെ വേർക്കും. അയ്യോ, ഞെട്ടിപ്പോയി. അങ്ങ് വേർക്ക് ഒഴുകുക. എന്തുവാ അറ്റായിക്ക ഒരുപാട് വേർക്കുക. കൈ അരച്ച് തീരുന്ന പോലെ, ചങ്ക് കുത്തി കീറുന്ന പോലെ. എന്താ ഉടയുക? ഉറവെങ്കിലെ ചക്ര കുട ഉടയുക. ഇതല്ലോ മനുഷ്യൻ. എൻ്റെ പൊന്നപ്പ, ഇത്രയേ ഉള്ളൂ മനുഷ്യൻ. ഇതാണ് മനുഷ്യനെങ്കിൽ ഒന്നിലും നെകളിക്കരുത്, ഒന്നിലും അഹങ്കരിക്കരുത്. എത്രയും ദൈവത്തിൻ്റെ മനുഷ്യൻ്റെ മുമ്പിൽ വിനയപ്പെടണം. ആരും അഹങ്കരിക്കരുത്. ആരും ഒരുവൻ്റെ നേരെ കൈ ചൂണ്ടരുത്. ഒച്ചത്തി വെറുതെ വർത്താനം പോലും പറയരുത്. വീട്ടിൽ കിടന്നു അലയ്ക്കരുത്. ഉമ്മ കിടന്നങ്ങ് തൊണ്ണ തുറക്കരുത്. കാരണം ഇത്രയേ ഉള്ളൂ അന്വേഷണം. അങ്ങ് അലച്ച് വിടത്തും. എന്നോ അലയ്ക്കരുത്. കാരണം ഇത്രയേ ഉള്ളൂ. നമ്മളെല്ലാം ഇത്രയേ ഉള്ളൂ. ഈ ബോധ്യം നമ്മുടെ അപ്പച്ചനും അമ്മച്ചും. ഈ മനുഷ്യനെല്ലാം വെള്ളിച്ചരട് അറ്റുപോകുന്നൊന്നും പ്രായമായിട്ടല്ല, നല്ല ചെറുപ്പക്കാരുടെയാ വെള്ളിച്ചരട് എന്ത് ചെയ്യുന്നേ? അറ്റുപോകുന്നു. അറ്റായിക്ക് വന്ന എല്ലാം പ്രായമുള്ളവരാണോ? അല്ല, പ്രായമുള്ളവർക്ക് സത്യത്തിൽ അവർ പറയും പഴയ മണ്ണാണ്, ഇരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ? പോകുന്നതല്ല ഏത് മണ്ണ്? പുതിയ മണ്ണങ്ങ് പോവുക. പഴയ മണ്ണിങ്ങനെ കരിയിലെയും പിന്നെ മണ്ണാങ്കട്ടയും കൂടെ കാശിക്ക് പോലെ അവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പൊതിഞ്ഞ് അവരങ്ങ് പോകും. പിന്നെ പോകുന്നതല്ല ആരാ? പുതിയ മണ്ണ. അയ്യോ, എത്ര ചെറുപ്പക്കാരാ തിരിച്ചു വരുമ്പം ഫോട്ടോ ഒക്കെ ഇരിക്കുന്നു. ഇലക്ഷന് നിൽക്കുകയാണോ? വെള്ളോട്ട് നോക്കിയപ്പോഴാണ് കണ്ടത് അകാലത്തിൽ പൊരിഞ്ഞു പോയ ഞങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തിന് ആജ്ഞകൾ കണ്ണീരോടെ വിട. എത്ര എണ്ണം ഇരിക്കുന്നത്, എത്ര എണ്ണം ആശുപത്രി കിടക്കുന്നത്, എത്ര എണ്ണം തളർന്ന് കിടക്കുന്നത്. ഈ അറിവ് നമ്മുടെ അപ്പച്ചന്മാർക്കെല്ലാം ഉണ്ടായിരുന്നോണ്ടേ അധികാലത്തെ എഴുന്നേറ്റിട്ട് ഒരു പാട്ട് പാടും. എന്താ പാടുന്നത്? ഇന്നലെ ഭൂവിൽ പാർത്തിരുന്ന എത്ര പേർ ലോകം വിട്ടുപോയി, എന്നാലോ നമുക്കൊരു നാൾ കൂടെ പ്രിയനെ പാടി സ്തുതിപ്പാൻ. കർത്താവേ, എത്ര വലുതൊരു പാട്ടാ. അടുത്തൊരു ലൈനുണ്ട്. എന്താ? കൊടുങ്കാറ്റുണ്ടി വനദേശത്ത് പ്രിയനെ എന്നെ വിടല്ലേ, കൊതിയോടെ ഞാൻ വരുന്നേ, എൻ്റെ സങ്കടം അങ്ങ് തീർക്കണേ. കൈ ഉയർത്തിയൊന്ന് പാടിക്കേ. കൊടുങ്കാറ്റുണ്ടി വനദേശത്ത് എന്നെ
പ്രിയനേ എന്നെ വീടല്ലേ, കൊതിയോടു ഞാൻ. വല്ലാത്തൊരു ലോകമാ ഈ ലോകത്ത്. ഒരു കാര്യം മാത്രമേ ഉറപ്പുള്ളൂ, ആദ്യ ദൈവത്തിന് കൊടുത്താൽ അന്ത്യത്തിലും ചുമക്കുന്നൊരു ദൈവമുണ്ട്. അതുകൊണ്ട് എപ്പം ജീവിതം ദൈവത്തിന് കൊടുക്കണം. ആരോഗ്യമുള്ളപ്പം, കൈ വിറയ്ക്കാത്തപ്പം, ബണ്ടുവിന് കുനിയാത്തപ്പം, പ്രിയപ്പെട്ടവരെ പൊൻകിണ്ണം തകരുന്നതിന് മുമ്പ്, വെള്ളിച്ചരുടെ BP കീറി പൊട്ടിപ്പോകുന്നതിന് മുമ്പ് കണ്ടെത്തേണ്ട ഒരു യാഥാർത്ഥ്യം, ഈ ബലഹീന കരത്തെ ദൈവത്തിൻ്റെ കരത്തിലോട്ട് കൊടുത്താൽ ഒറ്റ കാര്യം ഉറപ്പ്, നിത്യതയും ഇവിടുത്തെ ജീവിതവും ഉറപ്പ്. തലയിലെ മുടികൾ പോലും എന്തു ചെയ്യും? എണ്ണപ്പെട്ടിരിക്കുക. ആദ്യ ദൈവത്തിന് കൊടുത്ത അന്ത്യവും അത്ഭുതമായിരിക്കും. ആദ്യ ദൈവത്തിന് കൊടുത്ത അന്ത്യം അത്ഭുതമായി. അപ്പോൾ ആദ്യ ദൈവത്തിന് കൊടുത്ത അന്ത്യം അത്ഭുതമാകുന്നത് എന്തുകൊണ്ട്? അന്ത്യം പല മനുഷ്യർക്കും ഭീകരമാണ്. മരണത്തെ മനുഷ്യൻ പേടിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഞാനൊരിക്കൽ എൻ്റെ കൂടെ നടന്നൊരു ചെറുപ്പക്കാരൻ, അദ്ദേഹം ഒരു മദ്യപാനിയായിരുന്നു. പിന്നെ എൻ്റെ കൂടെ കുറേ നാൾ നിന്നു, പിന്നെ പിന്മാറ്റത്തി. പക്ഷെ മരണത്തിൻ്റെ ആ ദിവസങ്ങളിൽ നടന്ന ഒരു 12 മണിക്കൂർ മുമ്പ്, മരണത്തിൻ്റെ 12 ആ ഒരു കേവലം മണിക്കൂറുകളുടെ ഇടവേളയിൽ മരണത്തിന് മുമ്പ് ചിന്തിക്കാനാവാത്ത, മനുഷ്യബുദ്ധിക്ക് അപ്പുറമായൊരു കാര്യം നടന്നു. അന്ന് രാവിലെ ഈ മനുഷ്യൻ അസ്വസ്ഥനായി, പിന്മാറ്റക്കാരനാണ്, അസ്വസ്ഥനായി. ഇങ്ങനെ കട്ടിലിൻ്റെ കീഴയിലൊക്കെ കയറി ഇരിക്കുക, വീട്ടിൽ നിന്ന് ഇറങ്ങി വരത്തില്ല. കട്ടിലിൻ്റെ കീഴെ കയറിയിരുന്ന് 2 കൈയും കുപ്പി പറയുന്നൊരു കാര്യമുണ്ട്, എന്നെ രക്ഷിക്കണം. താണ്ട് എന്നെ കൊണ്ടുപോകാൻ വേണ്ടി ആൾക്കാർ വന്നേക്കാം. അവരുടെ കയ്യിലെല്ലാം കയറാ, കണ്ടോ? നിങ്ങൾക്ക് കാണത്തില്ലേ? എവിടെ? ഇവിടെങ്ങും ആരുമില്ല. ബാച്ചാ, അയ്യോ കാണാം, താണ്ട് വരിക. അയ്യോ എന്ത് മനുഷ്യൻ, ഓട്ടോയിലും കാറയിലും എല്ലാം വരിക. അവിടെ എല്ലാം കൈ കയറുണ്ട്. എന്നെ കെട്ടിക്കൊണ്ട് പോമേ, എന്നെ കെട്ടിക്കൊണ്ട് പോമേ. എന്നെ കൊണ്ടുപോകല്ലെന്ന് പറ, എന്നെ കൊണ്ടുപോകല്ലേ, എന്നെ കൊണ്ടുപോകല്ലേ. ഇതെന്താ വട്ടാണോ? അത് കഴിഞ്ഞ് എപ്പോഴോ ഇറങ്ങിയിട്ട് നടന്നു പോയപ്പോൾ ആരോ പറഞ്ഞ് അടിക്കാൻ പോവാ. അടിച്ച അയാളെന്ന് നോർമലായിക്കോളും. കിട്ടാത്തതിൻ്റെ ഒരു വിഭ്രാന്തിയാണ്. ഇത്രയേ ഓർത്തുള്ളൂ. പക്ഷെ പിന്നെ ആ മനുഷ്യനെ ആരും കണ്ടില്ല. അന്ന് മെഡിക്കൽ കോളേജിൽ നിന്ന് രാത്രി ഒരു ഫോൺ കോൾ വന്നു. എങ്ങനെയോ വണ്ടി ഇടിച്ച ഈ അനാഥ പ്രേതത്തെ ആരോ മെഡിക്കൽ കോളേജ് എത്തിച്ചു. പോക്കറ്റിൽ കിടന്ന ഡയറിയിലെ നമ്പർ വെച്ച് ഞങ്ങളെ ബന്ധപ്പെട്ടു. ഞങ്ങൾ ചെല്ലുമ്പോൾ മൃതദേഹം തിരിച്ചറിഞ്ഞു. വണ്ടി റോഡ് ഡെത്താണ്, കൃത്യമായ അറിവില്ല. പിറ്റേ ദിവസം പോസ്റ്റ്മോർട്ടം നടത്തി അടക്കി. പക്ഷെ എന്നെ വല്ലാതെ, ഞാൻ മരണത്തിനൊരു 10-15 മണിക്കൂർ മുമ്പ് ഇയാൾ കയ്യും കുപ്പി പറയുന്നു, എന്നെ കൊണ്ടുപോകാൻ വന്നേക്കുക, കെട്ടിക്കൊണ്ടുപോകാൻ. അങ്ങനെ കെട്ടിക്കൊണ്ടുപോകാൻ. പക്ഷെ ഞങ്ങൾക്കൊരു അപ്പച്ചനുണ്ടായിരുന്നു, 100 വയസ്സ് കയറുന്ന പ്രായം, ജീവിച്ചിരുന്ന് മരിച്ചു. പൂനെ വെച്ചായിരുന്നു അന്ത്യം. എനിക്ക് അപ്പച്ചനെ നല്ല ഓർമ്മയാണ്. കൊച്ചിലെ ചപ്പളക്കട്ട എന്ന് പറഞ്ഞൊരു കട്ടയുണ്ട്, ഇപ്പോഴും നല്ല ഓർമ്മയാണ്. അതിങ്ങനെ ഈ വിരലിനകത്തോട്ട് കയറിയിടും. നിങ്ങൾക്ക് കണ്ടു കാണത്തില്ല, 2 അറ്റത്ത് മണി പോലൊരു സാധനമുണ്ട്. അപ്പം പുള്ളി ഇങ്ങനെ കൊട്ടിക്കൊണ്ടാണ്, ഒരു താളമുണ്ട്, അതിങ്ങനെ കൊട്ടിക്കൊണ്ട് റോഡെ എല്ലാം ഈ കൊട്ടി. യോഗത്തിന് വരുമ്പോൾ ഈ ചപ്പളാക്കോട്ടയും കണ്ട വരുന്നത്. അപ്പോൾ വഴി നിങ്ങൾ ഇത് കൊട്ടും, കൊട്ടിപ്പാടി. അപ്പം പിള്ളേരെല്ലാം അല്ലരി അപ്പച്ചാന്ന് വിളിക്കുക. അപ്പച്ചൻ ഇത് കൊട്ടിക്കൊണ്ട് റോഡെ കൊട്ടിക്കൊണ്ട് വരത്തും. അപ്പച്ചൻ മരിക്കുക. അന്ന് രാവിലെ എഴുന്നേറ്റിട്ട് പുള്ളി നല്ലപോലെ എണ്ണ തേച്ച് കുളിച്ചു, നല്ല ചൂട് കഞ്ഞി മേടിച്ച് കുടിച്ചു. എന്നിട്ട് അലക്കി തേച്ച ഷർട്ടും മുണ്ടും ഇതന്നെ പോയി കാണിക്കുക. ഷർട്ടും മുണ്ടും എല്ലാം എടുത്തിട്ട്, നല്ല ബനിയനെല്ലാം ഇട്ട്, ഷർട്ടെല്ലാം ഇട്ട് അങ്ങ് ഒരുങ്ങി പിള്ളേരെ എല്ലാം വിളിപ്പിച്ചു. പിള്ളേരെല്ലാം ചുറ്റും വന്നപ്പോൾ അപ്പച്ചൻ കയറി കട്ടിലെ ചമഞ്ഞ് കിടന്നിട്ട് പറഞ്ഞു, മക്കളെല്ലാവരും ചുറ്റും നിന്നേ. എൻ്റെ ചുറ്റും ശുഭ്രവസ്ത്രധാരികളായ ദൂതന്മാർ നിൽക്കുക, എന്നെ കൊണ്ടുപോകാൻ വേണ്ടി വന്ന. നിങ്ങളെല്ലാം കൂടെ പാടിക്കേ, ദൂതസംഘമാകവേ എന്നെ എതിരേണ്ട. ഈ പാട്ടൊക്കെ പാടി കുളിച്ച് ചമഞ്ഞ് ഒരുങ്ങിക്കിടന്ന് ഒരു മനുഷ്യൻ പോവുകയാണ്. എന്താ വ്യത്യാസം? വ്യത്യാസം ഒന്നേ ഉള്ളൂ, ആദ്യ ദൈവത്തിന് കൊടുത്തവൻ്റെ അന്ത്യം വ്യത്യാസമായിരിക്കും. ആദ്യ ദൈവത്തിന് കൊടുക്കണം മക്കളെ. ആദ്യം ആർക്ക് കൊടുക്കണം? എല്ലാറ്റിനേക്കാൾ ഉപരി ആരെ സ്നേഹിക്കണം? എന്തുകൊണ്ട്? ഈ എല്ലാറ്റിനേക്കാൾ ഉപരി ദൈവത്തെ സ്നേഹിക്കും. ഈ ലോകത്തിന് നമുക്ക് ഒന്നും പിരിയാതിരിക്കാനൊക്കെ. ഈ മനുഷ്യ ജന്മം പോലും ചുമ്മാ ധ്യാനിക്കണം. ഈ മനുഷ്യ ജന്മം പോലും പിരിയാൻ വേണ്ടിയുള്ളതാണ്. 9 മാസം കുഞ്ഞ് വയറ്റിൽ കിടക്കുക. ജീവനും ഭയങ്കര തുടിപ്പല്ലേ. ഒരു ജീവന് ആദരിക്കപ്പെടേണ്ടതാണ്. ജീവൻ്റെ തുടിപ്പ് ഒരമ്മയുടെ വയറ്റിൽ, പെൺകുഞ്ഞ് കുട്ടിയുടെ വയറ്റിലുണ്ടാകുമ്പോഴേ വീട് ഒരുങ്ങി. എന്തിനാ? ജീവനെ എതിരേക്കുക. ഭയങ്കര ഒരുക്കം. ഒരു വീട്ടിലില്ലേ, ഒരു കുഞ്ഞ് ഗർഭിണിയാവും മുതൽ പ്രായമുള്ള അമ്മമാരുണ്ടെങ്കിൽ കുറേ എന്ത് നടത്തും? ഒരുക്കം നടക്കും. എന്തിനെ എതിരേൽക്കാനാ? ജീവനെ എതിരേൽക്കാനാണ്. ജീവൻ ദൈവത്തിൻ്റെ ദാനമല്ലേ. ജീവൻ ആദരിക്കപ്പെടേണ്ടതാണ് എന്നും എക്കാലവും. അപ്പോൾ 9 മാസമൊക്കെ ആകുമ്പോൾ അന്നൊരു ഭയങ്കര വേദനയുണ്ട് അമ്മയ്ക്ക്. എന്തിൻ്റെ വേദനയാണ്?
പ്രസവത്തിൻ്റെ വേദന അല്ലേ? ഭയങ്കര വേദനയാണ്. ലോകത്തിലെ വലിയ വേദനകളാണ്. ഏറ്റവും വലിയ വേദന പ്രസവ വേദനയാണെന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ആ പ്രസവ വേദന എന്തിൻ്റേതാണ്? 9 മാസം കുഞ്ഞ് അമ്മയുടെ വയറ്റില എന്ത് വഴിയാണ് ക്ലിപ്പ് ചെയ്തേക്കുന്നത്? പൂക്കൾക്കൊടി വഴിയാണ്. കണ്ടാ, നിങ്ങളൊന്നും കഴിച്ചില്ല. നിങ്ങൾക്ക് വേണ്ടി ആര് കഴിച്ചു? അമ്മ കഴിച്ചു. എല്ലാം അമ്മ കുടിച്ചു. നിങ്ങൾ സുഖമായിട്ട് അവിടെ കിടന്നു. വാ പൊളിക്കോലും വേണ്ട. എല്ലാം ആര് ചെയ്യുന്നു? അമ്മ. അമ്മ തന്നിട്ട് ഈ വേദന എന്തിൻ്റേതാ? അമ്മ ആരെ പിരിയ? ശരിക്കും പ്രസവവേദന എന്തിൻ്റേതാ? അമ്മ ആരെ പിരിയ? കുഞ്ഞിനെ എന്ത് ചെയ്യുക? പിരിയ. പിരിച്ചൊരു ഭയങ്കര വേദനയാണ്. അമ്മ പിരിയുന്ന പൊളയ്യ. പുറത്ത് വന്നപ്പോൾ ഒരാളൂടെ കരഞ്ഞു. ആരാ? കുഞ്ഞും കരഞ്ഞു. ആരെ പിരിഞ്ഞതിൻ്റെ വേദനയാണ്. ഞാൻ അവിടെ കാണാൻ സുഖമായിട്ട് ഇരിക്കുകയായിരുന്നു. എന്നെ തള്ളി പുറത്ത് വിട്ട് കണ്ണു തുറക്കുമ്പോൾ ഭയങ്കര പാടാണ്, ലൈറ്റും എല്ലാം കൂടെ. അതുകൊണ്ട് ആ കൊച്ചും കരഞ്ഞ്. എന്താ? ആരെ പിരിഞ്ഞു? അമ്മയെ പിരിഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ അടുത്തൊരു ലോകമുണ്ട്, ഓറൽ സ്റ്റേജ്. അമ്മയുടെ പാല് കുടിച്ചുകൊണ്ട് കിടക്കുക. 2-2.5 വയസ്സ് വരെ കിട്ടിയെങ്കിൽ ഭാഗ്യം. ഒരു ദിവസം അമ്മ തീരുമാനിച്ച് നിർത്തിയേക്കാൻ പരിപാടി. അമ്മ തീരുമാനിച്ച് നിർത്തുന്ന അന്ന് രാത്രി അമ്മ ഉറങ്ങിയാലും ഉറങ്ങാത്ത ഒരാളുണ്ട്. ആരാ? കൊച്ച്. അമ്മയുടെ കണ്ണിലോട്ട് ഉറക്കം കയറുമ്പോൾ അവൻ ആ കുഞ്ഞിക്ക് എടുത്താൽ മോന്തയ്ക്കൊരു അടി വെച്ച് കൊടുക്കുക. എന്തിൻ്റെ ദേഷ്യ? അമ്മയുടെ മാറെന്ത് ചെയ്യുക? പിരിയുക. വലിയ പാടാത്. അന്ന് കുഞ്ഞ് ഭയങ്കര വെപ്രാളം കാണിക്കും. കാരണം അവൻ അമ്മയുടെ മാറ് പിരിഞ്ഞു. പിന്നൊരു 3.5 വയസ്സായി. അപ്പം നമ്മൾ പ്രാർത്ഥിച്ച് ആദ്യാക്ഷരമൊക്കെ കുറിപ്പിച്ച് എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ, കുറിപ്പിക്കേണ്ടവർ കുറിപ്പിക്കുക, ഇഷ്ടമില്ലാത്തവർ ചെയ്യരുത്, എല്ലാം അവരവരുടെ യുക്തിക്ക് ചെയ്യുക. അങ്ങനെ പ്രാർത്ഥിച്ച് കുഞ്ഞ് ഉടുപ്പൊക്കെ ഇട്ട് പോപ്പി കൊടയം പിടിച്ച് എവിടെ പോയി? സ്കൂളിൽ പോയി. സ്കൂളിൻ്റെ തിരുമുറ്റത്തോട്ട് കയറുമ്പോൾ ഒരാൾ കരയും. ആരാ? കുഞ്ഞ്. എനിക്ക് കൂലി പോകണ്ട, ഞാൻ പോകത്തില്ല. അപ്പം വേറൊരാളുടെ അവിടെ നിന്ന് കരയും. ആരാ? അമ്മ. അപ്പം ടീച്ചർ വന്ന് പറയും, ദൈവത്തെ ഓർത്ത് ഈ അമ്മമാരങ്ങ് പോ, നിങ്ങളങ്ങ് പോ. തല്ലി ഇറക്കി ഗേറ്റും വിട്ടു. ഗേറ്റ് കയറുമ്പം തിരിഞ്ഞ് നോക്കുമ്പം കരഞ്ഞുകൊണ്ട് അമ്മ എന്നെ കൂടെ കൊണ്ടുപോകും, ഞാൻ വരും അമ്മേ. വലിച്ചുകൊണ്ട് ആയ എവിടെ കയറ്റും? സ്കൂളിൽ കയറ്റും. അന്ന് ആരെ പിരിഞ്ഞു? അമ്മ. വീട് പിരിഞ്ഞു. പിന്നെ 10ാം ക്ലാസ് വരെ അവിടെ പഠിച്ചു. അടുത്തൊരു പിരിച്ചിലുണ്ട്, സോഷ്യല്, ഫെയർവെല്, 10ാം ക്ലാസ്, ഓട്ടോഗ്രാഫ്. ഇടീ കളിക്കൂട്ടുകാരി എന്ത് ചെയ്യടി കൊച്ചുങ്ങളെ? ഓട്ടോഗ്രാഫ് അല്ല, എനിക്കറിയാം നിങ്ങളുടെ ഓട്ടോഗ്രാഫ് അല്ല എന്ത് ചെയ്യും? തട്ടമ്പുറത്തം കണ്ട് കിടപ്പുണ്ടല്ലേ. ഇനി എന്തെങ്കിലും പിള്ളേർ തപ്പിക്കേണ്ടി വരും. കണ്ടോ അമ്മയുടെ ഓട്ടോഗ്രാഫ്? ചേട്ടായി പറയടേ, എന്നെ കാണിച്ചടി, നോക്കട്ടടി, അതിനകത്ത് വേറെ വല്ലതും ഉണ്ടോയെന്ന്. ഓട്ടോഗ്രാഫ്. അന്ന് ഭയങ്കര സംഭവമാണ്. ആരെ പിരിഞ്ഞു? കൂട്ടുകാരെ പിരിഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ പ്ലസ് ടു കഴിഞ്ഞപ്പോൾ മംഗലാപുരത്ത് പഠിക്കാം. ഞാൻ ഒരിക്കൽ തിരുവല്ല റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുമ്പം കണ്ടതാണ്. ട്രെയിൻ വന്ന് കയറിപ്പോയി. കൊച്ചിനെ കയറ്റി വിട്ടിട്ട് അമ്മ ടാറ്റ കൊടുക്കുക. ട്രെയിൻ ചങ്ങനാശ്ശേരി ചെന്നിട്ട് അമ്മ എന്താ കൊടുക്കുക? കഷ്ടമുണ്ട്. നിങ്ങളെന്ന് ഓർത്ത് വയ്ക്കുക പിള്ളേരെ, ഇതൊക്കെ ഓർക്കണേ. ട്രെയിൻ ചങ്ങനാശ്ശേരി ചെന്ന് എന്നിട്ട് അമ്മ എന്താ കൊടുക്കുക? അവൾ പാലക്കാട് കഴിഞ്ഞപ്പോഴേ ഡിണ്ടിട്ട് അടിച്ചിങ്ങനെ. പക്ഷെ അപ്പോഴും അമ്മ എന്താ കൊടുത്തോണ്ടിരിക്കുക? ടാറ്റ കൊടുത്തോണ്ടിരിക്കുക. അച്ചായൻ വന്ന് ചോദിച്ചു, എന്താ പാടി ഇനി ആരെ കാണിക്കാടി? ആരെ പിരിഞ്ഞു? കൊച്ചിനെ. അത് കഴിഞ്ഞ് കല്യാണത്തിൻ്റെ അന്ന് വന്ന് ഒരുങ്ങി എന്ത് പ്രാർത്ഥിച്ച് പോസ്റ്റ് കല്യാണം നടന്ന്, കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ഈ വിവാഹം നിശ്ചയമൊക്കെ എഴുതുമ്പോൾ എഴുതത്തില്ലേ, എന്നിട്ട് ഇന്നടത്ത് വെച്ച് ഇന്ന മാസം ഇത്രാം തീയതി ഇത്ര മണിക്ക് കല്യാണം നടത്തുവാനും, അത് കഴിഞ്ഞ് വരൻ്റെ ഗ്രഹത്തിൽ വീട് കയറാൻ ഗൃഹപ്രവേശനം നടത്തുവാനും കർത്താവിൽ ആശ്രയിച്ച് തീരുമാനിച്ച് ഉറപ്പിച്ച് ഗ്രഹപ്രവേശനം വലത്തുകാലം വെച്ച് കയറുന്നു. ഇഷ്ടപ്പെട്ടാലും ഇതൊക്കെ ഒരു നാട്ടു നടപ്പാണ്. എന്തെങ്കിലും ആയിക്കോട്ടെ. ഏതായാലും അകത്ത് കയറുമ്പോൾ അവിടെ ഒരു ചടങ്ങുണ്ട്. അമ്മയുടെക്കൊരു സാരിയോ ഒക്കെ കൊടുക്കത്തില്ലേ. അപ്പോൾ ഒരു കാര്യം പറയും. ഇപ്പോൾ പെണ്ണിൻ്റെ അമ്മ പെണ്ണിൻ്റെ കൈയെടുത്ത് ആരുടെ കയ്യിൽ കൊടുക്കും? ചെറുക്കൻ്റെ അമ്മയുടെ കൈ കൊടുക്കും. ഇത് പറയുന്നതിന് മുമ്പേ പെണ്ണെടുത്ത് കൈ കൊടുക്കും. എന്നാൽ പിടിച്ച് കൊടുത്തേക്കാൻ. പിന്നെ ഒരു കാര്യം ഓർത്തോണേ, നിൻ്റെ കൈയെടുത്ത് അമ്മയുടെ കയ്യിലോട്ട് കൊടുക്കുമ്പോൾ ഒരാൾ കരയും. ആരാ? കണ്ടിട്ടുണ്ടോ? പൊട്ടിക്കരയും. ആരാ? അമ്മ. എന്നിട്ട് ഈ വിവാഹം നടക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ച ആരാ? അമ്മ. എന്നിട്ടും പിന്നെ എന്തിനാ കരയുന്നേ? നിങ്ങളെന്തിനാ കരഞ്ഞേ? പെണ്ണ് ചിരിക്കുക. അവൾക്കൊന്നും അറിയത്തില്ല. അവൾ വേറെ ലോകത്തില്ല, മാസ്മരിക ലോകത്താണ്. പക്ഷെ ആര് കരയും? അമ്മ കരയും. കരഞ്ഞില്ലേ? കാരണം ഈ കൊച്ചിനെ എന്ത് ചെയ്യുക? പിരിയ. എനിക്ക് ഇനി അവളെ തല്ലാനൊക്കത്തില്ല, വിവരം അറിയും. കാരണം അവൾ ഇനി എൻ്റേതല്ല. പിരിയ. ഇനി അവൾ വീട്ടുകാരായി. വന്നാൽ ഉടനെ അവൾ പറയാം, ഞാൻ പോവുകയാണേ. അയ്യോ കഷ്ടമുണ്ട്. പിരിഞ്ഞ കൊച്ച്. പിന്നെ അവർ തമ്മിൽ അന്ന് പറയും, നമ്മളൊരിക്കലും എന്ത് ചെയ്യരുത്? പിരിയല്ലേ. അല്ലേ? നമ്മളൊരിക്കലും പിരിയല്ല. പറഞ്ഞിട്ട് കാര്യമില്ല. ആരെങ്കിലും ഒരാൾ എന്ത് ചെയ്യും? പിരിയും. ആരാദ്യം പിരിയും എന്നുള്ളത് പ്രശ്നമാണ്. ഞാൻ പറയും ഭർത്താവേ ആദ്യം പോകാവൂ.
ഭാര്യ പിന്നെ പോകാവും. അല്ല ചേട്ടന്മാരെ സത്യമായിട്ട് എന്നും പ്രാർത്ഥിച്ചോണേ, നമ്മളെ ആദ്യം പോകാവും. എൻ്റെ കാര്യം പറഞ്ഞാൽ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അവൾ പോയാൽ ഞാൻ രാവിലെ എൻ്റെ ഷർട്ടും മുണ്ടുമൊക്കെ ഇവിടെ പോയി എടുക്കും. എനിക്കൊന്നും അറിയത്തില്ല. കൊണ്ടത്തന്നാൽ ഇട്ടേച്ച് പോകും. വലിയ വീരസാഹിത്യം അടിക്കുന്നവരെല്ലാം ഗതിയിതല്ലേ. എടുത്തെല്ലാം കയ്യിൽ തന്നാൽ പോകും. മിക്കവാറും ചിലത് ഒന്നും കാണത്തില്ല. ഇടി അതെന്നാടി അതില്ലാത്തത്. അല്ല, നിങ്ങളെന്നെ എടുത്ത് വെക്കാഞ്ഞ. അവൾ എടുത്ത് തന്നതൊക്കെ എൻ്റെ കയ്യിലുള്ളൂ, അന്നും ഇന്നും അല്ല. അപ്പോൾ എന്ന് ഓർത്തോണം, ഇവരായുസോടിരിക്കാൻ പ്രാർത്ഥിക്കണേ. ഒരിക്കലെങ്കിലും പ്രാർത്ഥിക്കണം. പറഞ്ഞു നീ ബോഡി ഞാൻ കെട്ടുവന്ന വരുന്നു ആരാണ്ട് കെട്ടട്ടെ, അന്നേരം അറിയാം വിവരം. ഇഞ്ഞാറ എഴുതിക്കും. അപ്പോൾ അത് വേണ്ട എങ്കിൽ പ്രാർത്ഥിച്ചോണേ, ആയുസ് അവർക്ക് കിട്ടാൻ. ഏതായാലും ഒരാൾ എന്തു ചെയ്യും, ആ ഒരാൾ പോയി കഴിയുമ്പോൾ പിന്നെ മണ്ണ് ശവക്കോട്ടയിൽ വരും. ഒരു പിടി മണ്ണിടുമ്പോൾ ഒരു കരച്ചിൽ, എന്നെ കൂടെ കൊണ്ടുപോകും. ഇച്ചിരി കഴിയുമ്പോൾ അതും മറന്നു, അവിടെ നിന്ന് ബന്നും കാപ്പിയും തിന്നുക. നിങ്ങളെല്ലാവരും വീട്ടിൽ വന്നിട്ട് എന്ത് ചെയ്യാവും, പോകാവും കേട്ടോ, ആരും ഇവിടുന്ന് പോകല്ല കേട്ടോ. എല്ലാവരോടും നടന്ന് എന്തോ പറയുക, വർത്താനം പറയും. ഇത്രയൊക്കെ ഉള്ളന്നേ, എല്ലാത്തിനെയും പിരിയണം. അപ്പം മനുഷ്യ ജീവിതം എന്ത് ചെയ്യാനുള്ളതാ, പിരിയാനുള്ളതാ. അമ്മയുടെ വയറ് പിരിഞ്ഞു, അമ്മയുടെ മാറ് പിരിഞ്ഞു, വീട് പിരിഞ്ഞു, പിന്നെ അപ്പനെയും അമ്മയെയും പിരിഞ്ഞു, ഭാര്യയുമായിട്ട് ഒന്നായി. പിന്നെ എനിക്ക് ഈ പിരിയുന്ന കാര്യം ചുമ്മാ ചിന്തിച്ചാലേ കരച്ചിൽ വരും. ഭാര്യയെ പിരിയണം, പിന്നെ ഈ പിള്ളേരെ എല്ലാം എന്തോ ചെയ്യണം, പിരിയണം. എന്ത് പാടാ, പിള്ളേരെ പിരിയണം, പിന്നെ സഭക്കാരെ പിരിയണം, എല്ലാവരെയും പിരിയണ്ടേ. ചിലപ്പോഴൊക്കെ ദൂരെയൊക്കെ പോകുമ്പോഴേ ചിലതൊക്കെ പറയും ഹോട്ടലൊക്കെ തരും. ഇച്ചിരി അല്ല ചില പറയും ഇത്രയും സമയമായില്ലേ ഇനി കിടന്നിട്ട് പോകും. എന്നാലും കൂടുതലുള്ള പിള്ളേർ കിട ഉറങ്ങാതെ ഓടിക്കാമെങ്കിൽ നമുക്ക് വഴി കിടന്ന് ശാന്തരം ഉറങ്ങിയാണെങ്കിലും അങ്ങ് വീട്ടിൽ ചെല്ലാം. ഈ വീട്ടിൽ ചെല്ലാൻ ധൃതി എന്തിനാ, ഒരു ധൃതിയാണ്. ഈ സ്യൂട്ട് റൂമിൽ കിടക്കുന്നതിൽ ഒരു സുഖമുണ്ട്. നമ്മുടെ മൂട്ടിൽ ചെന്നിട്ട് എവത്തെ കയറി കിടക്കാനാണ്. നമ്മുടെ ആ കട്ടിലില്ലേ, നമ്മുടെ കട്ടിൽ അവത്തെ ഒരു കൂറ തലവണയുണ്ട്. ഈ വലിയ നമ്മളെല്ലാം മനുഷ്യരാണ്, എന്നും തലവണക്കാവൻ മാറുമോ? ഓ ഇല്ല, ഗസ്റ്റൊക്കെ വരുമ്പോഴാണ് സത്യമായത് അല്ല ചിരിക്കുന്നത്. ഇല്ല സത്യ, ഗസ്റ്റൊക്കെ വരുമ്പോൾ നമ്മളെല്ലാം എന്താക്കും, രാത്രി അതൊക്കെ കെട്ടിപ്പിടിച്ച് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഈത്ത മുഴുവനകത്ത് നല്ലൊരു സുഖം അതൊക്കെ കിടക്കാൻ. കാരണം അത് ആളുടെ കട്ടില്ല, നമ്മുടെ കട്ടില്ല. അവിടെ കിടക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക സുഖമാണ്. കിടക്കുമ്പോൾ എന്ത് ചെയ്യും, ഉറങ്ങി. കാരണം അത് ആളുടെ കട്ടില്ല, നമ്മുടെ കട്ടില്ല. ചിലർക്ക് ഈ കട്ടിലെ കിടന്നാലേ എന്ത് വരത്തുള്ളൂ, ഉറങ്ങും. പക്ഷേ ഓർത്തോണേ, ഒരു ദിവസം മരിച്ചു കഴിയുമ്പോൾ ഉപദേശി പറയും, ഇപ്പോൾ ബോഡി കട്ടിലിൽ നിന്ന് അങ്ങോട്ട് മാറ്റുന്നു, പെട്ടിയിലോട്ട് മാറ്റും. അപ്പോൾ ഒരു പാട്ടുണ്ട്, വിട്ടുപോകുന്നു ഞാൻ ഈ ദേശം അന്യനായി, പാട്ടൊക്കെ പാടും. പിന്നെ കുറേ കഴിഞ്ഞ് പറയും, ഇപ്പം പെട്ടി തിണ്ണേ നിറക്കി എങ്ങോട്ട് വെക്കുന്നു, പന്തിലോട്ട് വെക്കും. അപ്പോൾ തിറക്കി പറഞ്ഞു, കാലാദ്യം ഇറങ്ങട്ടെ. എന്തിനാ, നടന്നിറങ്ങിപ്പോ. എന്തിനാ ഈ കാലാദ്യം കേട്ടത്, നടന്ന് കയറണം, നടന്നിറങ്ങിപ്പോ. അപ്പം ഞാൻ ചിലപ്പോൾ എന്തായി, ഭാര്യയെ പിരിയണ്ടേ, പിള്ളേരെ പിരിയണ്ടേ, കട്ടിൽ പിരിയണ്ടേ, വീട് പിരിയണ്ടേ. ഈ ലോകത്തിലെല്ലാം എന്ത് ചെയ്തേ ഒക്കത്തുള്ളൂ, പിരിഞ്ഞേ ഒക്കത്തുള്ളൂ. പക്ഷേ ഈ ലോകത്ത് എൻ്റെ അപ്പനെ ഞാൻ പിരിയണം, എൻ്റെ അമ്മ എന്നെ പിരിഞ്ഞു, എൻ്റെ അപ്പൻ എപ്പം പിരിയുമെന്ന് അറിയാത്തൊരു സ്റ്റേജിൽ കിടക്കണം. നാളെ ഞാനും എൻ്റെ മക്കളെ പിരിയണം. ഞാൻ തന്നെ ആയുസ് കൊണ്ട് പല ദിവസം ഞാൻ നോക്കി നിൽക്കുമ്പോൾ എനിക്ക് പിരിയണം, ഇതെല്ലാം പിരിയണം. പക്ഷെ എനിക്ക് പിരിയാത്ത ഒരൊറ്റ കാര്യമുള്ളൂ, ഞാൻ ഇവിടെ തുടങ്ങിയ എൻ്റെ ദൈവവുമായിട്ടുള്ള ബന്ധം, അത് മരണം കൊണ്ട് പിരിയത്തില്ല. പിരിയാത്ത ഒറ്റ ബന്ധമേ ലോകത്തുള്ളൂ, അത് ദൈവവുമായിട്ടുള്ള ബന്ധം. ഇന്ന് കർത്താവുമായിട്ടൊന്ന് കൈ കൊടുത്ത, കർത്താവ് നമ്മുടെ ജീവിതത്തിൽ സീരിയസ് ആയ ആ ബന്ധം മരണം കൊണ്ടും പിരിയത്തില്ല. മരണത്താൽ മറയാത്ത മകൾ സ്നേഹപ്രഭയാൽ പിരിയ ബന്ധമാണിത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഭാര്യയേക്കാൾ ഉപരി കർത്താവിനെ സ്നേഹിക്കണം. എൻ്റെ പ്രിയപ്പെട്ട അമ്മമാരെ, മക്കളെ സ്നേഹിക്കണം 100%. പക്ഷേ അവരെ ഒരു ദിവസം നിങ്ങൾ പിരിയും.
നിങ്ങൾ പിരിയും, നമ്മൾ പിരിയും, പക്ഷേ എൻ്റെ കർത്താവിനെ നമ്മൾ ഒരിക്കലും പിരിയത്തില്ല. കൂടപ്പിറപ്പുകളെ പിരിയും. ഒരായുസിൽ സ്വപ്ന തുല്യമായി കണ്ട് ഒരു വീട് പണിയണമെങ്കിൽ ഇന്ന് പഴയ പോലൊന്നും അല്ല. ഒരു വീട് പണിയണമെങ്കിൽ കുറഞ്ഞതൊരു 50 വീട് എന്ത് ചെയ്യും? പോയി കാണും. പിന്നെ ഉള്ള ഡിസൈനറും വീടും മാസികയും എല്ലാം മേടിച്ച് ഉള്ള നെറ്റി മുഴുവൻ തപ്പി എത്ര പേരോട് അഭിപ്രായം ചോദിച്ച് എന്തുമാത്രം കട്ടപ്പെട്ട് എത്ര കട കയറി ഇറങ്ങി എത്ര ആർക്കിടെക്റ്റോട് ആലോചിച്ച ഒരു വീട് പണിയുന്നത്. ആ വീട് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ഒരു ദിവസം പിരിയും. എന്നാൽ ഈ വീട് പിരിഞ്ഞാലും പിരിയാത്തൊരു വീടുണ്ട്. ഞാനും ദൈവമായിട്ടൊരു ബന്ധം തുടങ്ങുമ്പോൾ നമുക്ക് വേണ്ടി പണിയുന്ന ഒരു വീടുണ്ട്. അതൊരിക്കലും പിരിയാൻ ഒക്കുന്ന വീടല്ല. അതുകൊണ്ടല്ലേ നമ്മൾ പാടുന്നത് മരണത്താൽ മറയാത്ത മഹൽ സ്നേഹപ്രഭയാൽ. ഇന്ന് രാത്രി ദൈവമായിട്ടുള്ള ബന്ധം ഹൃദ്യമാക്കാൻ, ദൈവമായിട്ടുള്ള ബന്ധം ആഴമാക്കാൻ, എല്ലാറ്റിനേക്കാൾ ഉപരി ദൈവത്തെ സ്നേഹിക്കാൻ. അതുകൊണ്ടാ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒന്നിനും ദൈവസ്നേഹത്തിൽ നിന്ന് പിരിക്കാനൊക്കാത്തത് എന്തുകൊണ്ടാ? അങ്ങനെ ചിന്തിക്കണം. പൗലോസ് പറയുന്നു, ഉയരത്തിനോ ആഴത്തിനോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ വന്നതിനോ വരുവാനുള്ളതിനോ ഒന്നിനും എന്നെ ദൈവസ്നേഹത്തിൽ നിന്ന് പിരിക്കാൻ കഴിയില്ല. എന്തുകൊണ്ടാ? അവന് പൗലോസിന് ഉറപ്പുണ്ട്, ഞാൻ ഇവിടം വിട്ട് പിരിയോ. ഇന്നെന്നെ ദൈവത്തിൽ നിന്ന് കൊല്ലാൻ നിങ്ങൾക്ക് കഴിയും, പക്ഷേ എൻ്റെ ദൈവത്തിൽ നിന്ന് പിരിക്കാൻ നിങ്ങൾക്ക് കഴിയത്തില്ല. എൻ്റെ കഴുത്തറക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞേക്കാം, പക്ഷേ എൻ്റെ കർത്താവിൽ നിന്ന് പിരിക്കാൻ കഴിയത്തില്ല. മരണത്താൽ മറയാത്ത മഹൽ സ്നേഹപ്രഭയാൽ പിരിയാ ബന്ധമാണ് ിത്. യുഗകാലം വരെയോ ഈ ബന്ധം എങ്ങനെ കിട്ടിയത്? പാപം മനുഷ്യനെ ദൈവത്തിൽ നിന്ന് പിരിച്ചപ്പോൾ, പാപം മനുഷ്യനെ ദൈവത്തിൽ നിന്ന് പിരിച്ചകറ്റിയപ്പോൾ കാൽവറിയിൽ കർത്താവ് തമ്പുരാൻ നിലവിളിക്കുന്നു, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, അങ്ങനെ കൈവിട്ടത് എന്ത്? പിതാവ് പുത്രനെ പിരിഞ്ഞു. ഒരു നിമിഷ നേരത്തേക്ക് പിരിഞ്ഞപ്പോൾ സൂര്യൻ ഇരുണ്ടു. ദേവാലയത്തിൻ്റെ തിരശ്ശീല മുകൾ മുതൽ അടിവല കീറി. എന്തിനാ പിതാവ് പുത്രനെ പിരിഞ്ഞത്? പിതാവ്, ഞാനും നീയും ഒന്നായിരിക്കുന്നത് പോലെ ഇവരും തമ്മിൽ ഒന്നാകണമെന്ന് പറഞ്ഞ പുത്രനാം തമ്പുരാനെ പിതാവ് പിരിഞ്ഞത് എന്തിനാ? ഒരിക്കലും പിരിയാത്ത ഒരു ബന്ധം മനുഷ്യന് ദൈവമായിട്ടുണ്ടാകാൻ വേണ്ടി കാൽവറിയിൽ പുത്രൻ തമ്പുരാൻ പിരിയപ്പെട്ട് അവൻ സ്വന്തം തോളി തലചായ്ച്ച് മരിച്ചത് എന്തിനു വേണ്ടി? പിരിയാത്ത ഒരു ബന്ധം. ഇന്ന് രാത്രി കർത്താവേ, ഇത് സത്യമാണല്ലോ. എല്ലാറ്റിനേക്കാൾ ഉപരി കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് നിന്നെ സ്നേഹിപ്പാൻ, നീ മാത്രമായിട്ടുള്ള ബന്ധമേ എനിക്ക് ലോകത്തിൽ പിരിയാത്തത് ഉള്ളത് കൊണ്ട്, മക്കളെക്കാൾ ഉപരി, റബ്ബറിനേക്കാൾ ഉപരി, ബിസിനസ്സിനേക്കാൾ ഉപരി, ജോലിയേക്കാൾ ഉപരി, കുഞ്ഞുങ്ങളെക്കാൾ ഉപരി യേശുവുമായിട്ടൊരു വലിയ ബന്ധത്തിലേക്ക് വരുവാൻ പ്രിയപ്പെട്ടവരെ, ബന്ധമുള്ളവരായി ഇവിടെ ഇരിക്കുന്നത്. ബന്ധമില്ലാത്തവരിവിടെ ഉണ്ടെങ്കിൽ ബന്ധപ്പെടുക. ബന്ധമുള്ളവരെ ആ ബന്ധത്തിൻ്റെ ആഴത്തിലേക്ക്, ദൈവസ്നേഹത്തിൻ്റെ ആഴത്തിലേക്ക് ഇന്ന് രാത്രി ഇറങ്ങി വരുവാൻ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുമ്പോൾ എത്ര പേര് ദൈവത്തോട് പറയും, കർത്താവേ, കുറച്ചുകൂടെ നിന്നെ സ്നേഹിപ്പാൻ, കുറച്ചുകൂടെ നിന്നോട് ചേർന്നിരിപ്പാൻ, കുറച്ചുകൂടെ ദൈവസന്ധി സമയം ചെലവഴിപ്പാൻ, കുറച്ചുകൂടെ പ്രാർത്ഥിപ്പാൻ, കുറച്ചുകൂടെ ദൈവസന്ധി അനുഭവിപ്പാൻ. എൻ്റെ കർത്താവേ, എനിക്ക് സയ്യണേ. ആദി ദൈവം, അന്ത്യത്തിലും ദൈവം. ആദി ദൈവമാണെങ്കിൽ അതിവിടം കൊണ്ട് പിരിയത്തില്ല. നിത്യതയോളം നീളുന്ന ആ ബന്ധമോർത്തിന് രാത്രി കരങ്ങൾ ഉയർത്തി പ്രത്യാശയുള്ള ദൈവമക്കൾ കർത്താവിനെ സ്തുതിച്ചാട്ട. കരങ്ങൾ ഉയർത്തി വീശി ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ട. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആദിയിൽ ദൈവം സൃഷ്ടിച്ചു. എന്ത് സൃഷ്ടിച്ചു? ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. എന്തിനാ ഈ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് ഇവിടെ എഴുതുക? എങ്ങനെ സൃഷ്ടിച്ചു എന്ന് കൃത്യമായൊരു ഉത്തരം ഇന്ന് പറയാറുണ്ട്. ബിഗ് ബാങ് ആണ്. ബിഗ് ബാങ് എന്നൊക്കെ പറയുമ്പോൾ ഒരു സ്ഫോടനമുണ്ട്. ആ സ്ഫോടനം എന്താണെന്ന് യോഹന്നാൻ പറയുന്നുണ്ട്. ആദിയിൽ എന്തുണ്ടായിരുന്നു? വചനം ഉണ്ടായിരുന്നു. വചനം ആരോട് കൂടെയായിരുന്നു? ദൈവത്തോട് കൂടെ. അപ്പം ആ സ്ഫോടനം ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി ഉണ്ടാകട്ടെ എന്നുള്ള ദൈവവചനത്തിൻ്റെ ശക്തി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആദി ദൈവമാണെങ്കിൽ അവൻ്റെ വായിൽ ആദിയിൽ എന്തുണ്ടാകും? വചനം ഉണ്ടാകും. പറഞ്ഞ എന്തുണ്ടാകും? വചനം. കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് അവൻ വചനം വായിക്കും, അവൾ വചനം വായിക്കും. കാരണം ആദി ദൈവമുള്ളവൻ്റെ ആദിയിൽ എന്തുണ്ട്? വചനമുണ്ട്. യോഹന്നാൻ 1 ആദിയിൽ എന്തുണ്ടായിരുന്നു? വചനം ഉണ്ടായിരുന്നു. ഞാൻ വലിയ ഒരു പ്രാസംഗികനൊന്നുമല്ല, വളരെ ദൈവം ഉപയോഗിക്കും, എവിടേക്കോ ഒന്ന് ഉപയോഗിക്കണം. എല്ലാ
എന്താ പറയുക, എല്ലാ താഴ്മയോടും പറയട്ടെ. എന്നിട്ട് ഒരു ദിവസം ചിലരിങ്ങനെ വഴക്ക് പറയാൻ വേണ്ടി കർത്താവ് അയക്കും. എൻ്റെ ഒരു സുഹൃത്ത് ഒരു ദിവസം എന്നോട് വന്നൊരു ചോദ്യം ചോദിച്ചു, നീ ഇപ്പം പ്രസംഗമൊക്കെ ഉണ്ടല്ലേ, ഞാൻ നിന്നോട് ചോദിച്ചോട്ടെ, ഏറ്റവും ലാസ്റ്റ് നീ നിൻ്റെ വേദപുസ്തകമായിട്ടിരുന്നിട്ട് നിൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകുന്നത് നിൻ്റെ കൊച്ചുങ്ങൾ കണ്ട ദിവസം ഓർമ്മയുണ്ടോ? ചാട്ടുളി പോലെ എൻ്റെ അത് അകത്തോട്ട് കയറി. ദൂതുണ്ടാക്കാൻ വേണ്ടിയും പ്രസംഗം ഉണ്ടാക്കാൻ വേണ്ടിയൊന്നുമല്ല, നീ തന്നെ നിൻ്റെ പുസ്തകവുമായിട്ടിരുന്നിട്ട് ഏറ്റവും ലാസ്റ്റ് നിൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകി നീ കരയുന്നത് നിൻ്റെ കൊച്ചുങ്ങൾ കണ്ട ദിവസം ഓർമ്മയുണ്ടോ? ഇല്ലെങ്കിൽ ഇന്ന് രാത്രി ഒന്ന് ഓർത്തേ, ഏറ്റവും ലാസ്റ്റ് ഈ പുസ്തകമായിട്ടിരുന്നിട്ട് അത് ഇടപെട്ടിട്ട് കണ്ണ് നിറഞ്ഞൊഴുകിയ ഒരു ദിവസം ഓർമ്മയുണ്ട്. ഇല്ലെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തോട് പറയണം, ആദി ദൈവം ആണെങ്കിൽ ആദിയിൽ വചനമായിരിക്കും. വചനവുമായിട്ട് ഭയങ്കര ബന്ധം കാണും. എന്തിനാ ഈ വചനവുമായിട്ട് ബന്ധം ഉണ്ടാകുന്നത്? വചനത്തിന് സൃഷ്ടിപ്പ് നടത്താൻ കഴിയും. വചനത്തിന് ഭയങ്കര ശക്തിയാണ് പ്രിയപ്പെട്ടവരെ. വചനത്തിൻ്റെ ശക്തി ചെറിയ ശക്തിയല്ല. വചനം പറയുന്നിടത്തെല്ലാം ദേശത്ത് വിജയമുണ്ടാകും. വചനം പറയുന്നിടത്തെല്ലാം ഞങ്ങൾ വലിയ പ്രതിസന്ധി കൂടെ കടന്നുപോയി. ഹൈക്കോടതി കേസ്, ഭയങ്കര വല്ലാത്തൊരു സമയം, ഒരു സെമിത്തേരി പ്രശ്നം 1.5 വർഷത്തോളം നീണ്ടു നിന്ന, അതൊക്കെ ദൈവം തമ്പുരാൻ്റെ ഇടപെടൽ. അന്ന് പല രാത്രികളും, മിക്കവാറും എല്ലാ രാത്രികളും ഞാനും കുറേ ദൈവ സഹോദരങ്ങളൂടെ അതൊരു വലിയ മലയുടെ ചുറ്റും എല്ലാം നഷ്ടപ്പെട്ട ഒരവസ്ഥ. ഭയങ്കര ശക്തമായ എതിര്, കോടതി, ഹൈക്കോടതി, അവിടുന്ന് തോറ്റ സുപ്രീം കോടതി വരെ ഇടപാട് ചെയ്ത് വെച്ചേക്കുക. അങ്ങനെ കേസ് ഇങ്ങനെ കടക്കുന്ന സമയത്ത് വലിയ വലിയ ജാഥകളൊക്കെ നടക്കും, അങ്ങനെ നടക്കും, ഇങ്ങനെ നടക്കും എന്നൊക്കെ ഭീഷണി വഴക്കുമ്പോൾ രാത്രി യാമങ്ങളിലെ മലയ്ക്ക് ചുറ്റും നടന്ന് ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ, തീയെങ്കിൽ മെഴുകുരുകിപ്പോകുന്ന പോലെ, കാറ്റിങ്കൽ പുത പതറിപ്പോകുന്ന പോലെ യഹോവ വാഴുന്നത് യഹോവയാണെങ്കിൽ തീയെങ്കിൽ മെഴുകുരുകിപ്പോകുന്ന പോലെ, കാറ്റിങ്കൽ പുക പതറിപ്പോകുന്നത് പോലെ. പ്രിയപ്പെട്ടവരെ, അത് ഇല്ലാതാക്കാൻ വേണ്ടി കേസ് കൊടുത്തത് എതിരാളികൾ, ഒരു കാര്യമില്ലാത്ത എതിരാളികളാണെങ്കിൽ കർത്താവ് അത് ഗുണമാക്കി അംഗീകൃത ലൈസൻസോടെ ഹൈക്കോടതി ഉത്തരവിൽ കർത്താവ് ഞങ്ങൾക്കത് തന്നു. എന്താ കാര്യം എന്നറിയാമോ? വചനത്തിന് ശക്തിയുണ്ട്. ഇന്നും വിശ്വസിക്കുക, ദൈവവചനം. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. എതിരിനെ നമ്മുടെ പോരിൻ്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല. ബാല്യക്കാരെ, നിങ്ങൾ ശക്തരാകിയാലും ദൈവത്തിൻ്റെ വചനം നിങ്ങളിൽ വസിക്കാലും നിങ്ങൾ ദുഷ്ടനെ ജയിക്കയാലും. ഇന്ന് രാത്രി പറ, ആദിയിൽ ദൈവമാണെങ്കിൽ ആദിയിൽ എന്തുണ്ടാകും? വചനമുണ്ടാകും. വേഗത്തിൽ മുമ്പോട്ട് പോകട്ടെ. ആ ദൈവത്തിൻ്റെ പരിശുദ്ധി ആത്മാവ് ആഴത്തിൻ്റെ മീതെ എന്തുണ്ടായിരുന്നു? ഇരുട്ടുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിൻ്റെ മീതെ പരിവർത്തിച്ചു. ആഴത്തിൽ കിടക്കുന്ന ഇരുട്ട്. ഇതിൻ്റെ ശുശ്രൂഷ എന്നെ പലപ്പോഴും ചിന്തിപ്പിക്കുന്നൊരു കാര്യമാണ്. ഞാൻ ശുശ്രൂഷയെ കണ്ണു തുറന്ന് കാര്യങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാക്കിയൊരു വലിയ സത്യമുണ്ട്. ഇരുട്ടിനെപ്പോഴും ആഴമുണ്ട്, പലപ്പോഴും ആഴമുണ്ട്, നാം ചിന്തിക്കാത്ത ആഴമുണ്ട്. കുടിയൻ, മിക്ക കുടിയന്മാരുടെയും അപ്പന്മാരെന്തായിരിക്കും? കുടിയരായിരിക്കും. ഡിവോഴ്സായ പല കേസുകളിൽ ഞാൻ ചോദിച്ചിട്ട് മനസ്സിലാക്കിയൊരു കാര്യമുണ്ട്. അപ്പനും അമ്മയും ഡിവോഴ്സ് ആയിട്ടില്ല, പക്ഷെ ഒരു മുറി കിടന്നത് അവർ ഓർമ്മയില്ല. മനസ്സിലാകുന്നുണ്ടോ? അന്ന് ഡിവോഴ്സ് ഇല്ല, അതുകൊണ്ട് എന്തോ ആയിട്ടില്ല, ഡിവോഴ്സായിട്ടില്ല, പക്ഷെ 2 മുറി കിടന്നതേ അവർ കണ്ടിട്ടുള്ളൂ പിള്ളേർ. ഇതിനെല്ലാം ഇരുട്ടിനെപ്പോഴും തലമുറകളുടെ ആഴം കാണും. പല ഇരുട്ടിനും തലമുറകളുടെ ആഴമുണ്ട്. എന്നാൽ ഒരു കാര്യം എനിക്കറിയാം, എത്ര റൂട്ട് പിടിച്ച് തലമുറയ്ക്കകത്തേക്ക് വ്യാപരിക്കുന്ന ഒരു ഇരുട്ടിൻ്റെ ആഴമുണ്ടെങ്കിലും അതിൻ്റെ മുകളിൽ വ്യാപരിക്കുന്ന ഒന്നുണ്ട്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി. ആഴത്തിൽ കിടക്കുന്ന ഇരുട്ടിനെ മാറ്റുന്ന ഒന്നുണ്ട്, ആത്മാവിൻ്റെ ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവ് വെള്ളത്തിൻ്റെ മീതെ വ്യാപരിച്ചു കൊണ്ടിരുന്നു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം ആത്മാവിൽ ആരാധിക്കുമ്പോൾ ഒന്നും സംഭവിക്കുന്നില്ല നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നാം ആകാശത്തേക്ക് നോക്കി മുഷ്ടിയുദ്ധം ചെയ്യുന്നവരല്ല. അദൃശ്യ മണ്ഡലത്തിൽ ഇടപെടുന്ന ഒരു ദൈവമുണ്ട്. ആഴത്തിൽ കിടക്കുന്ന ഇരുട്ടിനെ തച്ചുടയ്ക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ ശക്തിയുണ്ട്. ഇന്ന് രാത്രി വിശ്വസിക്കുക. ആദിയിൽ ദൈവം, 2 ആദിയിൽ വചനം, 3 ആദിയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവ്. ഞാൻ വേഗത്തിൽ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാം. 9ാമത്തെ വാക്യം, ദൈവം ആകാശത്തിൻ്റെ കീഴിലുള്ള വെള്ളം ഒരു സ്ഥലത്ത് കൂടട്ടെ എന്ന് പറഞ്ഞു. വെള്ളം കൂടി, ഒരു സ്ഥലത്ത് കൂടി. ആ വെള്ളം ഒരു സ്ഥലത്ത് കൂടി. ആ വെള്ളത്തിൻ്റെ കൂട്ടത്തിന് എന്തെന്ന് പേരിട്ടു? സമുദ്രം. ഉണങ്ങിയ നിലത്തിന് എന്തെന്ന് പേരിട്ടു? ഭൂമി. എന്തിനാ ഇങ്ങനെ എഴുതിയിരിക്കുക? പ്രത്യേക ഒരു ആശയമുണ്ട് അതിനകത്ത്. ഗ്രന്ഥകർത്താവിൻ്റെ ഏറ്റവും വലിയ ഉദ്ദേശം, സൃഷ്ടി സംഭവം പറയുമ്പോൾ അതിൻ്റെ ഉദ്ദേശം, അന്ന് ഈ സമുദ്രത്തെയൊക്കെ പേടിക്കുന്ന മനുഷ്യരുണ്ടായിരുന്നു.
പേടിയാണ് പലപ്പോഴും, ഭീതി മനുഷ്യനെ പലപ്പോഴും വല്ലാത്തൊരു തലത്തിലേക്കും ആരാധനകളിലേക്കും ഒക്കെ നയിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ സമുദ്രത്തെയൊക്കെ പേടിച്ചിരുന്നൊരു കാലഘട്ടത്തിൽ ഗ്രന്ഥകർത്താവിൻ്റെ ഏറ്റവും വലിയ ഉദ്ദേശം ഇത് വെറും സൃഷ്ടിയാണെന്നും, സൃഷ്ടിയല്ല പേടിക്കേണ്ടത്, സൃഷ്ടിയല്ല വിഷയം, പിന്നെ ആരാ? സൃഷ്ടിതാവാ. ഈ സമുദ്രം നമ്മളുമായിട്ട് ഒത്തിരി അകലമുള്ളവരാണ്. നമ്മൾ സമുദ്രതീരത്ത് താമസിക്കുന്നവരല്ല. എന്തിനും കടലൊരു പ്രത്യേക കൾച്ചറാണ്. കടലും കടലിൻ്റെ മക്കളും ഒക്കെ, കടലിൻ്റെ മക്കളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി ചിന്തകളുണ്ട്. കടലമ്മ ഒരിക്കലും എന്ത് ചെയ്യുകയില്ല, ചതിക്കത്തില്ല. പിന്നെ കടലിൽ ഒരാൾ പോയാൽ എത്രാം പക്കം തിരിച്ചു വരും? മൂന്നാം പക്കം തിരിച്ചു വരും. ഈ പശ്ചാപ്രവർത്തനമൊക്കെ ഒരു വാക്ക് പോലൊക്കെ മൂന്നാം പക്കം കടലിൻ്റെ മക്കൾക്കും പ്രാധാന്യം ഉള്ളതാണ്. കാരണം മൂന്നാം പക്കം ജീവനോടാണോ ചത്ത അന്നേരം എന്ത് ചെയ്യും? വരും. അപ്പോൾ ഈ കടലൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഭയങ്കര ചിന്തകളാണ്. ഈ ചിന്തകളൊക്കെ ഉണ്ടായിട്ട് തന്നെ കടലിൽ പേടിപ്പിക്കുന്ന ഒന്നുമാണ്. കാരണം നമ്മൾ ഈ വെളിപ്പാട്ടൊക്കെ പഠിക്കുമ്പോൾ ചിലതൊക്കെ കയറി വരുന്ന പോലെ എവിടുന്നാണ്? കടലിൽ നിന്നാണ്. വലിയത് എന്തിവിടുന്ന് കയറി വരുന്നു? കടലിൽ നിന്ന് കയറും. അപ്പോൾ ഇത് കടലും കടൽ ജീവികളും എല്ലാം മനുഷ്യനെ പേടിപ്പിക്കുക. എന്തോ മഹാസപ്രം, ഈ ഇതൊക്കെ ഇല്ലേ യോബിൻ്റെ പുസ്തകത്തിലെ പലതും ഒക്കെ എവിടുത്തെ ജീവികളാണ്? കടലാണ്. അങ്ങനെയാണെങ്കിൽ കടലെന്നും മനുഷ്യനെ പേടിപ്പിച്ചു. അവിടെ ഈ വാക്യം എഴുതുമ്പോൾ ഓർത്തോണം, ഇന്ന് ഒരു കടൽ ഇളകിയ എന്തു സംഭവിക്കുമെന്ന് സുനാമി വന്നപ്പോൾ നമ്മൾ കണ്ടു. സുനാമിക്ക് ശേഷം വീണ്ടും കുളച്ചിലൊക്കെ ശാന്തമായി. ഇന്ന് അവിടെ ശാന്തമായിട്ട് കാര്യങ്ങൾ പോകുന്നു. ഇങ്ങനൊന്നും സംഭവിച്ച ലക്ഷണം പോലും ഇല്ലാതെ കാര്യങ്ങൾ ഓടുകയാണ്. വീണ്ടും നൂറുകണക്കിന് ആളുകൾ ഹോട്ടലുകൾ പണിയുന്നു. എവിടെ? സമുദ്രതീരത്ത്, കോവളത്ത് ഒക്കെ റിസോർട്ടുകൾ, കന്യാകുമാരി, എന്തുമാത്രം ഹോട്ടലെല്ലാം ഉണ്ട്, എന്തുമാത്രം ബിസിനസ്സുകൾ അതിൻ്റെയൊക്കെ അടുത്ത് തഴച്ചു വളരുന്നു, എന്തുമാത്രം കാശുകൾ മുടക്കുന്നു. എന്തുറപ്പിലാണ് ഇവർ മുടക്കുന്നത്? ഇവർക്കൊരു ഉറപ്പുണ്ട്, കടലിനി എത്ര കയറി വന്നാലും ഇതിനപ്പുറത്തേക്ക് എന്ത് ചെയ്യുകയില്ല, പോത്തില്ല. ഉറപ്പ് അവരുടേതല്ല, ബൈബിളിൻ്റെ ഉറപ്പാണ്. ദൈവം സമുദ്രത്തിന് മണൽ കൊണ്ട് എന്തിട്ടിട്ടുണ്ട്? അതിലിട്ടിട്ടുണ്ട്. യോബിൻ്റെ പുസ്തകത്തിൽ 38-ാം അധ്യായത്തിൽ പറയുന്നു, വെള്ളം ചാടി പുറപ്പെട്ടപ്പോൾ ഞാൻ അതിന് കതകും ഓടാമ്പലും വെച്ചു. ആ സമുദ്രത്തിൻ്റെ തിരമാലയുടെ ഗർഭം ഇവിടം കൊണ്ട് അവസാനിക്കണമെന്ന് വെച്ച് ഞാൻ അതിന് അതിരിട്ടിട്ടുണ്ടെന്ന് 38-ൽ ദൈവം ഇയ്യോബിനോട് ചുള്ളിക്കാറ്റി എന്ന് പറയുമ്പോൾ, സമുദ്രനിരപ്പിൽ നിന്ന് ഒത്തിരി അകലെ മലയുടെ മകളിൽ ആ ഒരു മലയുടെ താഴ്വ, ആ ഒരു ബന്ധത്തിൽ ജീവിക്കുന്ന എനിക്ക് എൻ്റെ ഉള്ളു കത്തി. എന്താണ്? മണൽ കൊണ്ട് സമുദ്രത്തിന് അതിരിട്ടെന്ന് ദൈവം പറയുമ്പോൾ, ദൈവം വെള്ളത്തിൻ്റെ കൂട്ടത്തിന് അതിരിട്ടെന്ന് ദൈവം പറയുമ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. എനിക്കൊരു ദൂതൻ്റെ ഉള്ളിൽ കത്തി. സമുദ്രത്തിന് മാത്രമല്ല കർത്താവ് അതിരിട്ടിരിക്കുന്നത്. സമുദ്ര സമാനമായ പ്രശ്നങ്ങൾ ജീവിതത്തിന് നേരെ ആഞ്ഞടിക്കുമ്പോൾ ആദി ദൈവത്തിന് കൊടുത്തവൻ്റെ നിത്യത മാത്രമല്ല സുരക്ഷിതം, ഇവിടുത്തെ ജീവിതത്തിനും ഉറപ്പുണ്ട്. സമുദ്രത്തിന് അതിരിട്ട ദൈവം, മണലുകൊണ്ട് അതിരിട്ട ദൈവം എൻ്റെയും നിൻ്റെയും ജീവിതത്തിന് അതിരിട്ടിട്ടുണ്ട്. മനസ്സിലാക്കുന്നവർ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ട്. അതിരിട്ട് സൂക്ഷിക്കുന്ന ഒരു ദൈവമില്ലേ? സമുദ്രത്തിന് മാത്രമല്ല നമുക്കും അതിരിട്ട് സൂക്ഷിക്കുന്ന ദൈവം. ഞാൻ ഹൃദയത്തിൽ നിന്ന് പറയട്ടെ, എന്നെ വളരെ സന്തോഷിപ്പിച്ച ഒരു ദൂത സമുദ്രത്തിന് അതിരിട്ടത്. എന്തുമാത്രം വട്ടം ജീവിതത്തിൽ അത് അനുഭവിച്ചിട്ടുണ്ട്. ഒരിക്കൽ ഞങ്ങളുടെ പ്രസിഡൻ്റായിരിക്കുന്ന തമ്പിച്ചാൻ ഒരിക്കൽ ഞാൻ പ്രസംഗിച്ച് കഴിഞ്ഞ ഉടനെ ചാടി എഴുന്നേറ്റ് പറഞ്ഞൊരു സാക്ഷിയുണ്ട്. അദ്ദേഹം ഈ ഒരു ചിന്തകളൊക്കെ കേട്ടിട്ട് പറഞ്ഞ് പ്രിൻസ് പറഞ്ഞപ്പോൾ ഞാനൊരു കാര്യം ഓർത്തു. അദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരത്തു നിന്ന് കോട്ടയത്തേക്ക് പോവുകയാണ്. അന്ന് ഡ്രൈവറൊന്നും ഇല്ലാത്തൊരു സമയത്ത് തന്നെ കാർ ഓടിച്ച് ക്ഷീണിച്ച് ശുശ്രൂഷകൾ കഴിഞ്ഞ് ചെറുപ്പത്തിൽ പോകുമ്പോൾ തിരുവനന്തപുരത്തേക്ക് ഇവിടുന്ന് തെക്കോട്ടൊരു ട്രാൻസ്പോർട്ട് രാത്രി പോവുകയാണ്. അന്നേരം അച്ചായൻ കോട്ടയത്തേക്ക് വരികയാണ്. വരുമ്പോൾ താൻ ഉറങ്ങിപ്പോയി. പക്ഷേ MC റോഡിൽ വണ്ടി ഇങ്ങനെ സൂപ്പർഫാസ്റ്റ് പോവുകയാണ്. സൂപ്പർഫാസ്റ്റ് നോക്കുമ്പോൾ ഈ കാറ് ഉറങ്ങിയിട്ട് ഈ വണ്ടിയുടെ അടുത്തോട്ട് വരികയാണ്. ഡ്രൈവർ ഓൺ അടിച്ച് പിടിച്ചു. ഒരു നിവൃത്തിയിൽ ഡ്രൈവർക്ക് മനസ്സിലായി ചവിട്ടി ഒഴിച്ചിട്ട് ഒന്നും കാര്യമില്ല, കാറ് വന്ന് കയറുക. അവസാനം ഈ ബസ് ചവിട്ടി നിർത്തിയിട്ട് ഓൺ അടിച്ച് പിടിച്ചു. എന്ത് ചെയ്യാൻ അറിയുന്നില്ല. പക്ഷേ അടുത്തില്ല, ഇടിച്ചില്ല. അങ്ങനെ ഒരു അകലത്തിൽ എങ്ങനെയോ തമ്പിച്ചാൻ ഉണർന്ന് ചവിട്ടി കുലുക്കി ബ്രേക്ക് നിരങ്ങി വണ്ടി നിന്നുകൊണ്ട് കാണുന്നത് ഹെഡ്ലൈറ്റ് ഇട്ട് ട്രാൻസ്പോർട്ട് ബസ് നിർത്തിയേക്കുക. നോക്കുമ്പോൾ ആൾക്കാരെല്ലാം എഴുന്നേറ്റ് നോക്കുന്നു. തമ്പിച്ചൻ കണ്ട കാഴ്ച, അജോന ബാഹുവായ ഡ്രൈവർ ചാടി ഇറങ്ങി വരുന്നു. ചാടി ഇറങ്ങി വന്നപ്പോഴേ തമ്പിച്ചനെ പിടികെട്ടി മനുഷ്യനെ എടുത്തിട്ട് അടിക്കില്ലേ? അടിക്കത്തില്ല. ആദ്യത്തെ അരിച്ചത്തി കയ്യും കൂപ്പി അടുത്ത് വന്നപ്പം പറഞ്ഞു, സാറേ അടിക്കരുതേ, ഞാൻ ഉറങ്ങിപ്പോയി, ക്ഷമിക്കണം. അയാൾ പറഞ്ഞു, സംസാരിക്കാൻ വരട്ടെ, നിങ്ങൾ ആരാ? എന്നെ പറഞ്ഞു, ഞാനൊരു പാസ്റ്ററാണ്, ഞാനിങ്ങനെ ശുശ്രൂഷ കഴിഞ്ഞ് ക്ഷീണിച്ചുറങ്ങിപ്പോയതാ. ഈ മനുഷ്യനെ ഊരുവാരും വിറയ്ക്കുക, ഡ്രൈവറെ വിറച്ചോണ്ട് അയാൾ പറഞ്ഞു, സാറേ നിങ്ങളൊരു സാധാരണ മനുഷ്യനല്ല, നിങ്ങളൊരു ദൈവ മനുഷ്യനാണ്. അതെങ്ങനെയാ സാറേ? നിങ്ങളുടെ വണ്ടി എൻ്റെ വണ്ടിയുടെ കീഴിലോട്ട് വന്ന് കയറുകയാണ്, എനിക്ക് ഒരു നിവൃത്തിയില്ല. പക്ഷേ സാറേ ഞാൻ കണ്ടൊരു കാഴ്ചയുണ്ട്.
വ്യവസ്ഥയുണ്ട്. നിങ്ങളുടെ വണ്ടി എൻ്റെ വണ്ടിയുടെ കീഴിലോട്ട് വരുമ്പോൾ നടു റോഡിൽ ലൈംഗമ്പിയോളം പൊക്കത്തിൽ ശുഭ്രവസ്ത്രധാരിയായ ഒരു മനുഷ്യൻ കയ്യിൽ സ്റ്റോപ്പ് എന്നെഴുതിയ ഒരു സിഗ്നലുമായി രണ്ട് വണ്ടിയുടെ ഇടയ്ക്ക് നിൽക്കുകയും നിങ്ങളുടെ വണ്ടി പിടിച്ചു നിർത്തുകയും ഞാൻ എൻ്റെ കണ്ണിന് കണ്ടു. ദൃശ്യമണ്ഡലത്തിൽ ഒന്നുമില്ലെങ്കിലും അദൃശ്യ മണ്ഡലത്തിൽ അതിരിട്ട് സൂക്ഷിക്കുന്ന ഒരു ദൈവത്തെ ഇന്ന് രാത്രി ഞാൻ പരിചയപ്പെടുത്തുമ്പോൾ നിത്യത മാത്രമല്ല ദൈവമക്കളുടെ സുരക്ഷിതത്വം. കരങ്ങളടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട്. നിത്യത മാത്രമല്ല ദൈവമക്കളുടെ സുരക്ഷിതത്വം. ദൈവം അറിയാതെ ഒരു ശത്രുവിനെ നമ്മളെ തൊടാനൊക്കത്തില്ല. സമുദ്രത്തിന് മണൽ കൊണ്ട് അതിരിട്ട് സൂക്ഷിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവമെന്ന് ഉള്ളിൽ വിശ്വസിക്കുന്നവർ അറിയുക സത്യം. നമുക്ക് ഒരതിരിട്ട് സൂക്ഷിക്കുന്ന ദൈവമുണ്ട്. ഒരിക്കൽ ഞാൻ എവിടെയോ നിൽക്കുമ്പോൾ പെട്ടെന്നൊരു മനുഷ്യൻ ഒരു പ്രകോപനമില്ലാതെ ഒരു കാരണമില്ലാതെ അയാൾ ഇച്ചിരി കഞ്ചാവടിക്കുന്നവനാണെന്ന് ഞാൻ പിന്നറിഞ്ഞു. പെട്ടെന്ന് ഞാനിങ്ങനെ ഒരു കതകിൽ ചാരി നിൽക്കുക, ഓടി വന്നിട്ട് ഒരു കോടാലി എടുത്ത് ഓർക്കാപ്പുറത്ത് എടുത്തുറൊറ്റ വീശ് എൻ്റെ കഴുത്തറ്റ് പോ മൂളിക്കൊണ്ട് ഈ കോടാലി പോയി. ഒന്നും ചെയ്യാൻ വയ്യ. പക്ഷെ ഞാൻ പെട്ടെന്ന് അനുഭവിച്ചൊരു കാര്യമുണ്ട്. എൻ്റെ ഷർട്ടിൻ്റെ കോളറെ പിടിച്ച് ഒരാൾ പുറമോട്ട് വലിച്ചു. അവിടെ ഒരു ദൈവദാസൻ നിൽപ്പുണ്ട്, അദ്ദേഹം മരിച്ചുപോയി. ഞാൻ പെട്ടെന്ന് ഇതെല്ലാം കഴിഞ്ഞപ്പോൾ അച്ചാണ്ട് പറഞ്ഞ് എൻ്റെ പൊന്നച്ച അച്ചായ ഷർട്ടെ പിടിച്ച് വലിച്ചില്ലായിരുന്നേ എൻ്റെ കഴുത്ത് പോയേനെ. പെട്ടെന്ന് ഈ മനുഷ്യൻ പറയുക, ഞാൻ വലിച്ചില്ല പാസ്റ്റേ, ഞാൻ വലിച്ചില്ല, പക്ഷെ എൻ്റെ കഴുത്തെ പിടിച്ച ഒരാൾ വലിച്ചു. ആരാ? എനിക്ക് ഇന്നറിയാം മക്കളെ, ദൈവം നിന്നെക്കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. അതിരിട്ട് സൂക്ഷിക്കുന്ന നിത്യത സമുദ്രത്തിന് മാത്രമല്ല, ആദി ദൈവത്തോടൊപ്പം നടന്ന നിത്യത മാത്രമല്ല ഉറപ്പ്. ഓ, ഞാൻ അവൻ്റെ ഉള്ളം കയ്യില്ല. സമുദ്രത്തിന് അതിരിട്ട് സൂക്ഷിക്കുന്ന ദൈവം എനിക്കും അതിരിട്ടിട്ടുണ്ടെന്ന് ഉള്ളിൽ നിന്ന് വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിച്ചാട്ട്, കരമടി ദൈവത്തെ സ്തുതിച്ചാട്ട്. പെരുവെള്ളം കവിഞ്ഞ് വരുമ്പോൾ അത് നിൻ്റെ അടുക്കലോളം എത്തുകയില്ല. 1000 അനുഭവങ്ങൾ എനിക്ക് പറയാനുണ്ട്. തിരുവല്ല കോഴഞ്ചേരി റൂട്ടിൽ ഞാൻ വരികയാണ്. പെട്ടെന്ന് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ 3 മാസമായ കുഞ്ഞെൻ്റെ ഭാര്യയുടെ മടിയിരിക്കുക. പെട്ടെന്ന് ദൈവാത്മാവ് എന്നോട് ഞാനൊരു ശബ്ദം കേൾക്കുന്നു, വൈഫിനെയും കുഞ്ഞിനെയും കൂടെ കൂട്ടി സീറ്റ് ബെൽറ്റ് ഇടുക. ഞാൻ അന്ന് സീറ്റ് ബെൽറ്റ് നിർബന്ധം. ഞാൻ പെട്ടെന്ന് സീറ്റ് ബെൽറ്റ് ഇട്ടു. ഇവിടെ എന്നോടൊരു ചോദ്യം ചോദിച്ചു, അച്ഛാ ഇപ്പം എന്താ വട്ടുണ്ടോ സീറ്റ് ബെൽറ്റ് ഇടുക? ഞാൻ പറഞ്ഞു നല്ല രസമാണ് നിന്നെ ഇങ്ങനെ കാണാം, എന്നാൽ പിന്നെ നിങ്ങളോട് ഇടണ്ടേ? ഞാൻ പറഞ്ഞു നിന്നോട് ഇടാം, നീ അവിടെ ഇരിക്കുക സീറ്റ് ബെൽറ്റൊക്കെ ഇട്ട്. ഇച്ചിരി കഴിഞ്ഞ് മുമ്പോട്ട് പോയപ്പോൾ നല്ല ഉച്ചവയിൽ ഞാനങ്ങ് ഉറങ്ങിപ്പോയി. വണ്ടി ഒരു കുഴി ചെന്ന് മറിഞ്ഞു. ഈ എൻ്റെ ഭാര്യയും കുഞ്ഞും ഇരുന്ന സീറ്റിൻ്റെ അവിടുത്തെ ഗ്ലാസ് ഒരു മരുതി ഏറ്റ് കണ്ട താത്ത് കിടക്കുക. പക്ഷേ ഈ കുഴി മറിഞ്ഞതുകൊണ്ട് സീറ്റ് ബെൽറ്റ് ഇട്ടു 2 പേരും അവിടെ ഇരുന്നു. കുഞ്ഞിങ്ങനെ അണ്ണം പറ്റി പിടിച്ചിരിക്കുന്ന പോലെ ഇവിടെ ഈ വയറിനിരുന്ന് ഒന്നും പറ്റിയില്ല. നാട്ടുകാർ വന്നിട്ട് ഡോറ് തുറന്ന് ഞങ്ങളുടെ ഡ്രൈവിംഗ് സീറ്റ് കൂടെ പുറത്തെടുത്തു. ഒന്നും പറ്റിയില്ല. ഞാൻ ഹോളി വന്ന് ഈ സാക്ഷ്യം പറഞ്ഞപ്പോൾ ഒരു പ്രായം ഉള്ള അമ്മ എന്നോട് ചോദിച്ചു, എത്ര മണിക്കായിരുന്നു ഈ സംഭവം? ഞാൻ പറഞ്ഞു ഒരു 3-3:30 മോനെ. ആ സമയത്ത് നിനക്കറിയുമോ, ഞാൻ മുറ്റത്ത് ചൂലിട്ടു തൂക്കാൻ തുടങ്ങിയ പെട്ടെന്ന് ദൈവാത്മാവിനോട് പറഞ്ഞു, നിർത്ത്, പ്രിൻസിന് വേണ്ടി പ്രാർത്ഥിച്ചോ. ആ സമയത്ത് ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഒരു കാര്യം എനിക്കറിയാം, അതിരിട്ട് സൂക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. അതിരിട്ട് സൂക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. വലമിടം 1000 വലിയവർ വീണാലും വലയമായി നിന്ന് സൂക്ഷിക്കുന്ന ദൈവത്തെ ഇന്ന് രാത്രി അതിരില്ലാതെ സ്തുതിക്കാൻ എത്ര പേര്? എല്ലാവരും ദൈവസന്ധിയില്ല എഴുന്നേറ്റ് നിന്നാട്ട് എല്ലാവരും ദൈവം ചേർന്ന് പാടി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. വലമിടം 1000 വലിയവർ വീണാലും വലയമായി നിന്ന് നമ്മെ സൂക്ഷിക്കുന്ന ഒരു ദൈവ, അതിരിട്ട് സൂക്ഷിക്കുന്ന ഒരു ദൈവ. ഹല്ലേലൂയ, ശരണം. അവൻ തരും ചിറകുകൾ കീഴിൽ പകയൻ്റെ കണിയിലോ പകരുന്ന വ്യാധിയിലോ പകലിലും രാവിലും നമ്മളെ സൂക്ഷിക്കുന്ന ദൈവത്തെ ഇന്ന് രാത്രി സ്തുതിച്ചാട്ട്.